എൻ്റെ ദീർഘകാല സുഹൃത്തും ഈ സഭയുടെ അധ്യക്ഷനുമായ ശ്രീ MG രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട KMC സ്വാഗത ഭാഷണം നടത്തിയ ആസിഫ് അലി, എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർ ഗോപകുമാർ, സുഹൈർ, സുഹൃത്തുക്കൾ, വക്കം മൗലവിയുടെ സ്മരണയെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം ചെയ്യാനുള്ളത്. യവന നാടകത്ത് സോഫോക്ലിസ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആൻറ്റിഗണി എന്നുള്ള നാടകത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അത് ഈഡിപ്പസ് രാജാവിൻ്റെ മകള് ആൻറ്റിഗണി അവളുടെ അനിയത്തി ഇസ്മേനിയോട് പറയുന്ന, അവരുടെ സഹോദരനെ രാജാവ് കൊന്നു, അയാൾക്ക് ഒരു തരത്തിലുള്ള ശേഷക്രിയകളും ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവായി. അപ്പോൾ ആ ശവം സംസ്കരിക്കാൻ പോവാണ് ആൻറ്റിഗണി. അപ്പോൾ ഇസ്മേനി പറഞ്ഞു, വെറുതെ നീ രാജകോപം വാങ്ങി വെക്കരുത്. ആ സമയത്ത് ആൻറ്റിഗണി പറയുന്നുണ്ട്, ഇസ്മേനി, മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതിലധികം കടപ്പാടുണ്ട്. മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതിലധികം കടപ്പാടുണ്ട്. ഈ കൂട്ടത്തിൽ വക്കം മൗലവി വെറും പത്രമുടമ മാത്രമല്ല, 3-4 മാസികയുടെ പത്രാധിപരായിരുന്നു, ലേഖകനായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയെപ്പറ്റി ഒരു ചെറിയ കൗതുക വാർത്ത പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് അൽ മനാർ എന്ന പേരായിട്ട് ഒരു മാസിക പുറപ്പെട്ടിരുന്നു. അത് അവിടുത്തെ വളരെ പരിഷ്കരണ ചിന്തയുള്ള മുഹമ്മദ് അബ്ദു, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ റഷീദ് റിള എന്നീ 2 പേര് ചേർന്ന് നടത്തിയിരുന്നതാണ്. അപ്പോൾ മൗലവി അതിൻ്റെ വരിക്കാരനായിരുന്നു. 2 നിരക്ക് ഇത് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം അറബിയിൽ ഒരു കത്തയച്ചു ഇതിൻ്റെ പത്രാധിപർക്ക്. ഞാനിങ്ങനെ പണം അടച്ചിരുന്നു, അതിൻ്റെ കഴിഞ്ഞ 3-4 ലക്കം വന്നു കണ്ടില്ല, എന്ത് പറ്റി, പത്രം മാസിക നിന്നുപോയോ, അല്ലെങ്കിൽ എന്താണ് സംഗതി എന്ന് വെച്ചിട്ട്. അപ്പോൾ റഷീദ് റിള ഈ കത്ത് വായിച്ച അമ്പരുന്നു. അപ്പം അദ്ദേഹം അറബിയിൽ ഒരു മറുപടി എഴുതി വക്കം മൗലവിക്ക്, ഈ മാസിക കിട്ടാത്ത അവിടെ ഇരിക്കട്ടെ, ഈ ഇന്ത്യയുടെ ഒരു മൂലയിലിരുന്ന് ഇത്ര മനോഹരമായ അറബിയിൽ എഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അതുകൊണ്ട് ഞങ്ങളൊരു ദയവ് കാണിക്കണം, ഞങ്ങളുടെ മാസികയിൽ സ്ഥിരമായി എഴുതണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വായിച്ചിട്ടാണ് പത്രാധിപർ നിങ്ങൾ ഞങ്ങൾക്ക് ലേഖനം വായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൗലവി എഴുതി തുടങ്ങിയത്. അത് എഴുതിയിരുന്ന വേറെ ഒരാൾ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞ മാതിരി അബുൽ കലാം ആസാദാണ്. വക്കം മൗലവിക്ക് ഉണ്ടായിരുന്ന ഒരു ദുരിതം, ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം എന്ന് മുസ്ലിങ്ങളോട് പറയുന്നതിന് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ പൗരോഹിത്യം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനെപ്പോഴും ന്യായം പറയും, എന്താണ്, ഇംഗ്ലീഷുകാരുടെ വിരോധം കൊണ്ടാണ്. വെറുതെ പറയുന്ന ഇംഗ്ലീഷുകാരോടുള്ള എതിർപ്പ് നടപ്പാക്കാൻ ആദ്യം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഗാന്ധി, നെഹ്റു, ജിന്ന, വല്ലഭായ് പട്ടേൽ എല്ലാവരും ഈ വക്കം മൗലവി ഇംഗ്ലീഷ് പഠിച്ചവരാ. ഇവിടെ വേറെ ഒരു പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കേണ്ടതാണ്, സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. അദ്ദേഹം വക്കം മൗലവിയുടെ മാതിരി അനവധി ഭാഷകൾ പഠിച്ചു. അറബി പഠിച്ചു, പെർഷ്യൻ പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. റവന്യൂ ഇൻസ്പെക്ടറായിരുന്നു സനാഉല്ലാ മക്തി തങ്ങൾ. അപ്പോൾ അദ്ദേഹം എല്ലായിടത്തും നിന്ന് പ്രസംഗിക്കും, ഇംഗ്ലീഷ് പഠിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു മലയാളി മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകാൻ വേണ്ടത് അറബിയല്ല, മലയാളമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുത്താൽ ചായ കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു കഥയെ, അദ്ദേഹത്തിന് പൈസ കൊടുത്താൽ കൊച്ചിയിൽ നിന്ന് ചായ കിട്ടണമെങ്കിൽ, ഊണ് കിട്ടണമെങ്കിൽ ഒരു പട്ടണ വീടിയെ പോകണം, മറ്റുള്ളവരെ അങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ ഇവർ പ്രസംഗിക്കുന്നതാണ് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്, അത് ഇബിലീസിൻ്റെ ഭാഷയാണ്. അപ്പോൾ സനാഉള്ള ചോദിച്ചു, ബ്രിട്ടനിലെ മുസ്ലിങ്ങളുണ്ടല്ലോ, അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷാണല്ലോ, അവരുടെ ഭാഷ എങ്ങനെയാണ് നിങ്ങൾ നരകത്തിലെ ഭാഷ എന്ന് പറയാം? അപ്പോൾ ഒരു പള്ളിയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, തങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണോ, അദ്ദേഹത്തെ കളിയാക്കാൻ ചോദിച്ചാൽ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നീയൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് നല്ലത്, കാരണം നീയൊക്കെ നരകത്തിൽ കിടക്കുമ്പോൾ അവിടുത്തെ മലകളോട് കുറച്ച് വെള്ളം ചോദിക്കാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ
പൗരോഹിത്യത്തിനെതിരായ പോരാട്ടത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. പൗരോഹിത്യത്തിൻ്റെ പണികളൊക്കെ വളരെ വളരെ അതായത് ശക്തമാണത്, വളരെ ഭദ്രമാണത്, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതൊന്നും പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. സാമൂഹ്യ ചലനങ്ങൾ 3 വഴിക്കാം. കുമാരനാശാന്റെ മണ്ണാത് തിരുവനന്തപുരം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ എന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച കവിയാണ് അദ്ദേഹം. നമ്മുടെ ശ്രുതികളൊക്കെ എന്താണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞത് ഗംഭീരമായിട്ട് ഒരു വാക്യം കൊണ്ട് കഴിഞ്ഞു. തരുണീ പാദജ ഗർഹണീയ ശ്രുതി. തരുണികളെയും പാദജന്മാരെയും ഗർഹിക്കുന്നതാണ്, സ്ത്രീകളെയും അടിയാള ജാതിക്കാരെയും നിന്ദിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ സ്മൃതികളും അദ്ദേഹം പറയും. സാമൂഹിക ചലനം സാമാന്യമായിട്ട് എങ്ങനെയാണ് പഴയത് മുഴുവൻ ഉപേക്ഷിക്കുക. അതിനെയാണ് വിപ്ലവം എന്ന് പറയാം. ഇംഗ്ലീഷിൽ റവല്യൂഷൻ എന്ന് പറയും. പഴയത് മുഴുവൻ ഒന്നും വേണ്ട. ഉദാഹരണം പറയാം, ആരാധനാലയങ്ങൾ വേണ്ട, ആരാധന വേണ്ട, ദൈവവിശ്വാസം വേണ്ട, മതം വേണ്ട. അതൊരു വിപ്ലവമാണ്, റെവല്യൂഷനാണ്. വേറെ ഒന്നുണ്ട്, പഴയത് മുഴുവൻ വിലയിരുത്തി അത് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി പുതിയത് കൂട്ടിച്ചേർത്ത് അങ്ങനെ മുന്നോട്ട് പോവുക. അതിനെയാണ് നവോത്ഥാനം എന്ന് പറയും. അത് റിനൈസാൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇപ്പോൾ നാരായണ ഗുരു അദ്ദേഹം ഈഴവകുലത്ത് പിറന്ന ആളായതുകൊണ്ട് പ്രതിഷ്ഠയ്ക്ക് അധികാരമില്ലാത്ത ആളാണ് എന്നിരിക്കെ അദ്ദേഹം 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് നവോത്ഥാനമാണ്. പഴയത് കുറേ കാര്യം കളഞ്ഞു, കുറച്ച് സ്വീകരിച്ചു. അതാണ് റിനൈസാൻസ്. ഇനി വേറെ ഒന്നുണ്ട്, ഇന്നുള്ളതൊക്കെ തെറ്റാണ്, ഒക്കെ തകരാറാണ്, നമ്മൾ പഴയത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരാം. ഇതിനെയാണ് പുനരുദ്ധാരണം എന്ന് പറയാം. ഇംഗ്ലീഷിൽ അതിന് റിവൈവലിസം എന്ന് പറയും. അപ്പോൾ റെവല്യൂഷൻ, റിനൈസാൻസ്, റിവൈവലിസം. വിപ്ലവം, നവോത്ഥാനം, പുനരുദ്ധാരണം. ഇനി നമ്മൾ വളരെ ശാന്തമായി ആലോചിച്ച് നോക്കുക, നമുക്കിന്ന് എന്താണുള്ളത്, എന്താണ് നമുക്ക് വേണ്ടത്. റിനൈസാൻസിന്റെ കഥ ഇന്ത്യയിൽ പറയുമ്പോൾ അതിന്റെ പിതാവായിട്ട് പറയുന്നത് രാജാ റാംമോഹൻ റോയിയെ. ബംഗാളിയാണ്, ഉന്നത കുലജാതനാണ്, സമ്പന്നനാണ്, അറബിയും പെർഷ്യനും സംസ്കൃതവും ഇംഗ്ലീഷും പഠിച്ച ആളാണ്. അദ്ദേഹം കോളേജിൽ നിന്ന് ജ്യേഷ്ഠൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ആൾ വന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ചെറുപ്പക്കാരിയായ ഏട്ടത്തിയമ്മയെ ആ പച്ചയ്ക്ക് ചുടത്തിയിൽ ദഹിപ്പിച്ച് കളയുന്നു. അദ്ദേഹം ഷോക്കായി പോവാണ്. ഏട്ടൻ മരിച്ചു, അതിന് ഏട്ടത്തിയമ്മ മരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് സംസ്കൃതം തരണം അറിയുന്നുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളും പുരാണങ്ങളും ശ്രുതികളും ഒക്കെ നോക്കി അദ്ദേഹം എഴുതി പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. എന്താണ് ഇത്? മനുഷ്യത്വ വിരുദ്ധമാണ്, ഇത് നിരോധിക്കേണ്ടതാണ്, സതി അനുഷ്ഠിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പൗരോഹിത്യം ഇളകി. എന്താണ്? ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് പറ്റിയ പ്രശ്നം. അപ്പോൾ നമ്മുടെ മഹാകവി ടാഗോറിൻ്റെ അച്ഛൻ ദേവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും. അങ്ങനെയാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. അങ്ങനെയാണ് 1829 സതി ഇന്ത്യയിൽ വില്യം ബെന്റിങ്ങിന്റെ കാലത്ത് നിരോധിക്കുന്നത്. അപ്പൊ സതിക്കെതിരായ ഈ ഏർപ്പാട്, ഈ ആലോചന റാംമോഹൻ റോയ് തുടങ്ങിയതല്ല, അത് തുടങ്ങിയത് അക്ബറാണ്. മുഗൾ വംശം 1526 വരുന്നു. 3-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ബേബർ മുഗൾ വംശം സ്ഥാപിക്കും. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഹുമയൂൺ. ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ 13 വയസ്സിൽ അക്ബർ ചക്രവർത്തിയാവും. അക്ബർ ഇത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണിത്? ഇതൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ചതിന് ഭാര്യ ചെതിയിൽ ചാടി മരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, ബാദ്ഷാ അങ്ങനെയല്ല, അത് ഹിന്ദുക്കളുടെ ആചാരമാണ്, അങ്ങനെയാണ്. അപ്പോൾ അക്ബർ ഒരു കണക്ക് പറഞ്ഞു, ആ സ്ത്രീക്ക് അതിന് സമ്മതമാണെങ്കിലേ ഇവിടെ അനുവദിക്കുള്ളൂ. ഓ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോലീസ് ഓഫീസർക്ക് കുത്തുവാൾ, കൈക്കൂലി കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. കൈക്കൂലി അന്നുണ്ട് അക്ബറിന്റെ കാലത്തുണ്ട്. പ്രശ്നത്ത് അടുത്ത ആൾ വരികയാണ്. ആരാത്? അദ്ദേഹത്തിന്റെ പുത്രൻ, അക്ബറിന്റെ പുത്രൻ സലീം രാജകുമാരൻ ജഹാംഗീറും പറഞ്ഞു, ആ സ്ത്രീക്ക് ഇതിന് സമ്മതമാണെങ്കിൽ
സതി അനുഷ്ഠിക്കാൻ അനുവാദമുള്ളൂ. പിന്നെ വരുന്നു ഷാജഹാൻ. ഷാജഹാൻ പറഞ്ഞു മക്കളുള്ള ഒരു സ്ത്രീയെയും സതി അനുഷ്ഠിക്കാൻ അനുവദിക്കുകയില്ല. അതും കാര്യമായിട്ട് നടപ്പായില്ല. പിന്നെ വരികയാണ് ആര്? ഔറംഗസേബ്. അദ്ദേഹത്തിന് ആലോചിക്കാനില്ല, അദ്ദേഹം പൂർണ്ണമായും സതി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അത് നടപ്പായില്ല എന്നതിന്റെ തെളിവാണ് 1829 ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത് നിരോധിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഈ സഭയോട് ചോദിക്കുന്നു, 1829 ആ സതി നിരോധിച്ചു. 100 കൊല്ലം കഴിഞ്ഞ് 1929 ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീകളുടെ അവകാശം രംഗത്ത് വരും. എന്താണ്? ബാലവിവാഹം നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നു. ഒരു പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ 14 വയസ്സാവണം. ശാരദ ആക്ട് എന്നതിന്റെ പേര്. അതാണ് ഇന്ത്യയിലെ സംഘടിത സ്ത്രീകൾ നേടിയ ആദ്യത്തെ അവകാശം. സ്ത്രീകളോട് നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ, അറേബ്യയിൽ, അമേരിക്കയിൽ എല്ലായിടത്തും ലിംഗപദവിയുടെ കാര്യത്തിലാണ് റിനൈസാൻസിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് സതിക്കെതിരായിട്ട് പോരാടിയ ഒരുത്തൻ, അദ്ദേഹം ഇംഗ്ലീഷ് ഒരു വിമോചന ദൈവശാസ്ത്രം വിശ്വസിച്ചിരുന്ന ആളാണ്, റാമോഹൻ റോയ്. അദ്ദേഹം ഈ നവോത്ഥാനത്തിന്റെ പിതാവാണ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് മാത്രം എടുക്കുക. നമ്മള് സതി ഇല്ലല്ലോ, ഇല്ല. കേരളത്തിൽ ഒരിക്കലും സതി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ മരുമക്കത്തായാണ് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ പരിപാടി ഒന്നുമില്ല. ഇവിടെ തിരുവിതാംകൂർ രാജാവ് ഒരു പ്രശ്നം നേരിട്ടു. എന്താ വെച്ചാൽ ഒരു തമിഴത്തി ഭർത്താവ് ഇവിടെ തിരുവനന്തപുരത്ത് മരിച്ചുപോയി. അപ്പോൾ അവൾക്ക് സതി അനുഷ്ഠിക്കണം. അപ്പോൾ ഇവിടെ നിയമവിരുദ്ധാണ്, സതി ഇല്ല. അവളോട് സത്യാഗ്രഹമായിരുന്നു പഠിക്കൽ. ആ ദിവസം ഇത് എണീറ്റ് പോയി. അങ്ങനെ കേരളത്തിന് വേറെ എന്തൊക്കെ നാണക്കേടുണ്ടെങ്കിലും സതിയുടെ നാണക്കേട് കേരളത്തിന് ഇല്ല. പക്ഷേ 1987 ഒരു വാർത്ത വരുന്നു. രാജസ്ഥാനിലെ ദേവരാല ഗ്രാമത്തിൽ രൂപ് കൻവാർ എന്നു പേരായ പെൺകുട്ടി ബികോം വിദ്യാർത്ഥിനി സതിയായി. ഇത് സതിയാവുമെന്ന് പറഞ്ഞാൽ പാലിനകത്ത് ഭംഗ് എന്ന് പറയുന്ന മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് എല്ലാ വേഷഭൂഷകളോടും കൂടി ഈ ചെറിയ കൊണ്ടിരുത്തിട്ട് പച്ചക്ക് തീ കൊടുക്കുന്നതിന് ഈ സതി എന്ന് പറയാം. എന്തുകൊണ്ടാണ് എല്ലാവരും അനുവദിക്കുന്നത്? അവരുടെ അന്ധവിശ്വാസം എന്താണ്? ഒരു കുടുംബത്തിൽ ഒരു സതി ഉണ്ടായാൽ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. സതിയുടെ ക്ഷേത്രം ഉണ്ടായാൽ ആ ഗ്രാമത്തിൽ വരൾച്ച ഉണ്ടാവുകയില്ല, വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, വറുതി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പൈകൾക്ക് പാലുണ്ടാവും, നല്ല 100 മേനി വിളയും, നെല്ലും ഗോതമ്പും ഒക്കെ. ഇതാണ് വിശ്വാസം. അപ്പോ വലിയ പ്രശ്നമായി. 1987 ഇങ്ങനെ അത് വാർത്ത വന്നു, ഫോട്ടോ വന്നു, ഇംഗ്ലീഷ് പത്രങ്ങളിൽ, നിയമസഭയിൽ, ലോക്സഭയിലൊക്കെ. കോഴിക്കോട് ഞങ്ങളൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്തുണ്ടായെന്ന് പറയുന്നത്, ഡൽഹിയിൽ, കൽക്കട്ടയിൽ, ബോംബെയിലൊക്കെ സ്ത്രീകൾ 10,000-കണക്കിന് പ്രകടനം നടത്തുക. എന്താ പ്രകടനം? ഞങ്ങൾക്ക് സതി അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യം വേണം. അപ്പോ സതിയെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനങ്ങൾ, പിന്നെ സതി ക്ഷേത്രങ്ങൾ. എന്നിട്ട് 1987 ഇന്ത്യൻ പാർലമെന്റ് വേറൊരു നിയമം പാസാക്കി. സതിയെ മഹത്വപ്പെടുത്തി പ്രസംഗിക്കുകയോ പ്രബന്ധം എഴുതുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ നവോത്ഥാനം എങ്ങോട്ടാ പോണെന്ന് മനസ്സിലായി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിരോധിച്ച ഒരു സാധനം പിന്നെയും 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് വരുമ്പോൾ അതിനെ മഹത്വപ്പെടുത്താൻ ഇവിടുത്തെ മാധ്യമങ്ങളുണ്ട്, എഴുത്തുകാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അത് നിരോധിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ സഭയോട് ചോദിക്കുന്നു, നമ്മുടെ ലോക്സഭയിൽ ഒരു മെമ്പർ ഒരു സ്വകാര്യ ആക്ട് കൊണ്ടുവരാണ്, ഒരു ബില്ല് കൊണ്ടുവരാണ്. ആ ബില്ല് എന്ത് പറയുന്നു? സ്വന്തം നിലയ്ക്ക് സതി അനുഷ്ഠിക്കാൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നൊരു ബില്ല് കൊണ്ടുവന്നാൽ അത് പാസ്സാവുമല്ലേ? അത് പാസ്സാവും. ഈ ലോകത്ത് കേട്ടോ, ഞാൻ അനവധി ഇത്രയും സ്ത്രീവിരുദ്ധമായൊരു സംഗതി ലോകത്തൊരാൾ കണ്ടുപിടിച്ചില്ല. ഇന്ത്യക്കാർ കണ്ടുപിടിച്ച ഈ ചരക്ക് പോലെ എന്നിട്ട് ഇപ്പൊ അതിനെ മഹത്വപ്പെടുത്തി. അത് ക്രിമിനൽ കുറ്റാണ്ട് ഒപ്പമുള്ള നാട്ടിലെ നിയമം അനുസരിച്ച്. അപ്പോ വടക്കമ്പാടിൽ പറയും, 2 അടി മുന്നാക്കം ഓങ്ങി നിന്ന് 3 അടി പിന്നാക്കം വാങ്ങി നിന്ന്. അപ്പൊ നേരത്തെ നിന്നേക്കാൾ 1 അടി പറയില്ല. 2 അടി മുന്നാക്കം ഓങ്ങി നിന്ന് 3 അടി പിന്നാക്കം വാങ്ങി നിന്ന്. അപ്പോ നമുക്ക് സ്ത്രീകളെ ഒരു ഉദാഹരണമാണ്. അതായത് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ വേറെ ഏതെങ്കിലും തരത്തിലോ ദുർബലനായ ഒരാളെ ദുർബലയായ ഒരാളെ ഒരു വിഭാഗത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ സംസ്കാരം എന്താണെന്ന് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ വേലക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്?
അല്ലെ ഒരു പണിക്കാരോട് എങ്ങനെ പെരുമാറുന്നത്, അല്ലെ നമ്മുടെ നാട്ടിൽ വന്ന ഇപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ പണിക്ക് ഇപ്പോൾ എപ്പോഴില്ല, ഇപ്പോൾ അവരൊക്കെ മാറി അവിടെ വിറക് കയറാൻ പറഞ്ഞാൽ അവന് പേരുണ്ട്, രാമൻ എന്നാണ് അവൻ്റെ പേര്, അവനെ വിളിക്കുന്ന അണ്ണാച്ചി എന്നാ കേട്ടോ. ഈ ഗൾഫിൽ ഇവർ ചെല്ലുമ്പോൾ അവിടെ ഗൾഫിലെ അറബിയിൽ 2 വാക്കുണ്ട് സുഹൃത്ത് എന്നുള്ളതിന്. ഒന്ന് റഫീഖ് എന്നാണ്, അത് നമ്മൾ മലയാളത്തിൽ ചങ്ങാതി എന്ന് പറയും. വേറൊന്ന് ഹബീബ്, മിത്രം. അപ്പോൾ അവർ തമ്മിലാവുമ്പോൾ യാ ഹബീബ്, സുഹൃത്തെ എന്ന് വിളിക്കും. നമ്മൾ വിളിക്കുന്നതാണ് റഫീഖ് എന്നാണ്. ഈ മലയാളത്തിൽ പോലെ ഓ ചെങ്ങായി കൊടുക്കുന്നു, ഈ ചെങ്ങായിയാണ് ഈ അറബിയിലെ റഫീഖ്. അത് കേൾക്കുന്നവർക്ക് എന്തൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ തലമുടി വെട്ടാൻ നിന്ന് മുക്കത്തെ ബാർബർ ഷാപ്പിലെ പയ്യനെ വിളിച്ചത് അണ്ണാച്ചി എന്നല്ലേ, അവന് പേരുണ്ടായിരുന്നല്ലോ. ഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുമ്പോൾ നിഷ്ഠയായിട്ട് പറഞ്ഞൊരു കാര്യം, 79 ഗാന്ധി അടക്കം 79 പേരുണ്ട്, ആരും പരസ്പരം ജാതിപ്പേര് വിളിക്കാൻ പാടില്ല, അത് പരാമർശിക്കാൻ പാടില്ല, വ്യക്തിനാമം മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ എന്നാണ് 1930. 1930. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും സ്വാതന്ത്ര്യ സമരവുമായിട്ടും ദേശീയ പ്രസ്ഥാനമായിട്ടും ബന്ധപ്പെട്ടതാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ പേര് ഗാന്ധി എന്നാണ്. പക്ഷെ നമ്മൾ മലയാളികൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന 1893. 1893 ആ കൊല്ലത്തിലാണ് വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ ചെന്നിട്ട് ഘോരഘോരം പ്രസംഗിച്ച് നമ്മുടെ അഭിമാനം ഉയർത്തുന്നത്. ആ കൊല്ലത്തിലാണ് തിരുവനന്തപുരത്ത് ഒരു ചങ്ങാതി ഒരു സമരം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അയ്യങ്കാളി എന്നാണ്. SNDP മൂവ്മെന്റ് ഉണ്ടാകും പിന്നെ 10 കൊല്ലം ബാക്കി കേട്ടോ. SNDP മൂവ്മെന്റ് 1903. 1893 ഒരു കാളവണ്ടിയിൽ പൊതുനിരത്തിലൂടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ദളിതന്, അന്നത്തെ ഭാഷയിൽ പറഞ്ഞ ചെറുമന്, പൊലയന് അധികാരമില്ലാത്തൊരു യാത്ര നടത്തി. ചെറിയ സംഭവമൊന്നുമല്ല. അപ്പൊ ഇതിന്റെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായിട്ടില്ല എന്നൊരു വാദമുണ്ട്. നിങ്ങൾ കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. അതിലിപ്പോൾ എനിക്ക് ഗുരുകൽപ്പനായ ഏറ്റവും പ്രിയപ്പെട്ട MGS അടക്കം വാദക്കാരാണ്. അവർ പറഞ്ഞത് ഇവിടെ നവോത്ഥാനം ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ഇവിടെ ഉണ്ടായത് കോളനി വാഴ്ചയിലൂടെ വന്ന ആധുനികത്വമാണ്, കൊളോണിയൽ മോഡേണിറ്റി ആണ് ഉണ്ടായത് കേട്ടോ. നമ്മൾ ഓർത്തിരിക്കണം, അയ്യങ്കാളി ഒരു സ്കൂളിലും പോയിട്ടില്ല, ഇംഗ്ലീഷ് പഠിച്ചില്ല, എന്നാൽ മലയാളം പഠിച്ചിട്ടില്ല, അയ്യങ്കാളി ഒരു അക്ഷരം പഠിച്ചിട്ടില്ല. ഗാന്ധി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അയ്യങ്കാളി പറഞ്ഞ മറുപടി, മരിക്കുന്നതിന് മുൻപ് എൻ്റെ സമുദായത്തിൽ 10 BA-ക്കാരുണ്ടായി കണ്ടാൽ മതി. ഇവിടെ ശുമന സഭയിൽ മെമ്പറായിരുന്നു കേട്ടോ അയ്യങ്കാളി. കുമാരനാശാന്റെ മാതിരി തന്നെ ശ്രീമൂല സഭയിലെ മെമ്പറായിരുന്നു അദ്ദേഹം. അപ്പോ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി വിദ്യാഭ്യാസമാണ്. അതിപ്പോ വക്കം മൗലവി ഏറ്റവും അധികം ജോലി ചെയ്ത ഒരു ഏരിയ, ഒരു മേഖല വിദ്യാഭ്യാസമാണ്. നാരായണഗുരുവിന്റെ പ്രഖ്യാപനം വളരെ പ്രസിദ്ധമാണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അപ്പോ സ്ത്രീക്ക് വിദ്യ നിഷേധിച്ചു കേട്ടോ, അടയാള ജാതിക്കാരന് വിദ്യ നിഷേധിച്ചു. അതാണ് ഇന്ത്യൻ പാരമ്പര്യം ചെയ്ത ഒരു തമാശ ഞാൻ പറയാം. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ്, സംസ്കൃതം അറിയാത്ത ആൾക്കൊക്കെ പറയുന്ന പേരാണ് കാളിദാസൻ എന്ന് പറയും. കവികളിലേക്ക് കാളിദാസൻ, കാളിദാസ കൃതികളിലേക്ക് ശാകുന്തളം, ശാകുന്തളത്തിലേക്ക് 4-ാം അംഗം, 4-ാം അംഗത്തിലേക്ക് 4 ശ്ലോകം എന്ന് പറയും. അത്ര പ്രസിദ്ധയായ കഥാപാത്രമാണ് ശകുന്തള. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, അഭിജ്ഞാന ശാകുന്തളം നാടകത്തിൽ സംസ്കൃതത്തിലല്ല ശകുന്തള സംസാരിക്കുന്നത്, പ്രാകൃതത്തിലാണ്. എന്താ കാരണം? അവൾ സ്ത്രീയാണ്. ഈ വരേണ്യ ഭാഷ സംസാരിക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമില്ല. അവൾ പ്രാകൃതം സംസാരിക്കും, ദുഷ്യന്തൻ സംസ്കൃതത്തിൽ സംസാരിക്കും, കാമുകി പ്രാകൃതം സംസാരിക്കും. പിന്നെ വേറെ ഒരാൾ പ്രാകൃതം സംസാരിക്കണം നാടകത്തിൽ. അതായത് ഇവളുടെ അടയാള മോതിരം ഓർമ്മയുണ്ടല്ലോ, അവള് തോണി കടന്നു പോകുമ്പോൾ വെള്ളത്തിൽ കൈയിട്ട് അടയാള മോതിരം ഊരി ഒരു മീനിന്റെ വായിലായി ആ മീൻ പിടിച്ച് മുക്കുവൻ രംഗത്ത് വരുന്നുണ്ട് നാടകത്തിൽ. മുക്കുവൻ അവൻ ബ്രിട്ടീഷ് കോഴ്സ് നീചജാതിയിൽ പറഞ്ഞ അവനും പ്രാകൃതം സംസാരിക്കാൻ പാടുള്ളൂ ഉണ്ടോ. ഇന്ത്യയിൽ വിദ്യയുടെ ദേവി എന്ന് പറയുന്ന പെണ്ണ ലക്ഷ്മി, ക്ഷമിക്കണം, സരസ്വതി. സരസ്വതിയാണ് വിദ്യയുടെ ദേവി എന്ന് പറയാം. എന്നിട്ട് വിദ്യ അഭ്യസിക്കാൻ പാടില്ല ആര്? സ്ത്രീകള്, പിന്നെ ശൂദ്രൻ,
നമ്മുടെ നവോത്ഥാനത്തിന്റെ ഏത് കഥ പറയുമ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹമാണ് 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം കളിച്ചത്. 1930 പുസ്തകം വരുന്നത്. നാടകം കളിക്കാൻ എന്താ കാരണം അറിയാം? അദ്ദേഹം ഒന്നാം തരമായിട്ട് ലഘുലേഖ എഴുതിയിരുന്നു. ഏത് പ്രശ്നം? അന്തർജനങ്ങളുടെ പ്രശ്നം, അപ്പന്മാരുടെ പ്രശ്നം. അങ്ങനെ കുറച്ച് എന്താ വീട്ടിക്ക് മനസ്സിലായത്, ഇവർക്കൊന്നും എഴുത്തും അതിനെ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഈ അപ്പൊ അവർക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ അവരുടെ ജീവിതം അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വീട്ടിയുടെ സ്റ്റേജിലേക്ക് വെടിവെച്ചിട്ടുണ്ട്. അപ്പുറത്ത് KT ഒരുത്തൻ കോഴിക്കോട്ട് 1953 ഡിസംബറിൽ അദ്ദേഹത്തിന് നാടകം വരും. ഇത് ഭൂമിയാണ്. അത് ഈ സ്ത്രീകളോട് എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകളോട് വിവേചനം കാണിക്കുന്നത്? എഴുത്ത് പഠിക്കാൻ പാടില്ല എന്നിവിടെ പറഞ്ഞാലെന്നറിയാം കേട്ടോ. 1926 സ്ഥാപിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ഡിത സഭ ഇപ്പോ അതിന്റെ 100ാം വർഷം കൊണ്ടാടാൻ പോവാ. 1930 മാർച്ച് 14-ാം തീയതി അവരുടെ 4ാം സമ്മേളനം മണ്ണാർക്കാട് നടക്കും. അതിൽ പാസാക്കിയ ഒരു പ്രമേയം, പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കുന്നത് അനഭിലഷണീയമാണെന്ന്. അറബി പറഞ്ഞ കറാഹത്താണ്. ഞാൻ സുനിയുടെ മദ്രസയിൽ പഠിച്ച 5ാം ക്ലാസ്സിൽ എൻ്റെ സഹപാഠികൾക്കൊന്നും എഴുത്ത് പരീക്ഷയില്ല, അവർ എഴുതാൻ പാടില്ല. അത് മുഫത്തിഷ് പരിശോധകൻ എന്നാൽ അവരോട് ചോദിച്ചു, ഈ വൈവാവോസി ഇല്ലേ, അവർക്കൊക്കെ വൈവാവോസി 5ാം ക്ലാസ് പഠിക്കും. അപ്പോൾ കുറച്ച് മുതിർന്നപ്പോൾ ഞാൻ മുസ്ലിം ചെന്ന പെൺകുട്ടികൾ എഴുത്ത് പഠിക്കും. ഈ എന്താ പറഞ്ഞു, ഒരു എഴുത്ത് പഠിച്ചാൽ പ്രമേയം എഴുതി കാണൂലേ? ആ പ്രശ്നമില്ല, മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, പ്രേമലേഖനം എഴുതുന്ന ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് വയനാട് രാമാറും അവിടെ കഷ്ടപ്പെട്ട് കാവലേഖനം എങ്ങനെ എഴുതും, മുനികുമാരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായ പാട്ട് കേട്ടോ. പ്രിയരാമ ഓർക്കുന്നില്ലേ? അപ്പോ എഴുത്ത് പഠിക്കാൻ പാടില്ല. മലാല യൂസുഫ് സായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തലയിലേക്ക് താലിബാൻ വെടിവെച്ചതിനാണ് അവൾ ഒരു ചെറിയ കാര്യമാണ് പറഞ്ഞത്. എഴുത്ത് പഠിക്കാൻ പെൺകുട്ടികൾക്ക് അവകാശമുണ്ട് എന്ന് 14 വയസ്സുള്ള കുട്ടി ഫേസ്ബുക്കിൽ എഴുതിയാണ് അവളെ വെടിവെച്ചത്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകും? ഇന്ത്യ മാത്രമല്ല, നമ്മൾ മാത്രമല്ല. അപ്പോ ഇപ്പോ നമ്മൾ ആലോചിക്കുന്ന എന്താണ് ഈ സംഭവം വരുന്നത് ഞാൻ പറയാം. അപ്പോ ഈ സഭയിലിരിക്കുന്ന മിക്ക ആളുകളും സ്വവർഗ വിവാഹത്തിന് അനുകൂലമായിരിക്കുകയില്ല. ഞാൻ പറഞ്ഞു ശരിയാണ്. മതങ്ങൾ നമ്മൾ പ്രശ്നത നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൗരോഹിത്യത്തിനെതിരായിട്ട് മതപൗരോഹിത്യത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് നവോത്ഥാനം എന്ന് പറയാം. നിങ്ങൾ ബ്രാഹ്മണന്റെ പേരിലാണെങ്കിലും വേറെ എന്ത് പേരിലാണെങ്കിലും പുരോഹിതൻ നാടുവാഴുക. അപ്പൊ അതിനെതിരായിട്ട് ഇവരെ ശാക്തീകരിക്കുക, ബോധവൽക്കരിക്കുക, അതിനെയാണ് നവോത്ഥാനം എന്ന് പറയാം. അപ്പോ സ്ത്രീകൾ, ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. 48 മാർച്ച് 10 രൂപം കൊണ്ട പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എത്ര കൊല്ലായി? 57 വന്നല്ലോ കേരള നിയമസഭ. ഇന്ന് വരെ ഒരു മുസ്ലിം സ്ത്രീ അവരുടെ ടിക്കറ്റിൽ ജയിച്ച് കേരള അസംബ്ലിയിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ വിവേചനം നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോ മതത്തിന് എന്താ പ്രശ്നം? മതത്തിന് ഇപ്പൊ എല്ലാ മതത്തിലും വളരെ നീചമായ ഹീനമായ ഒരു പണിയായിട്ട് പറഞ്ഞാണ് സ്വവർഗ പ്രണയം, സ്വവർഗരതി. അത് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന വാക്ക് പ്രകൃതി വിരുദ്ധം. ഇപ്പൊ സയൻസ് പറയുന്നു അത് പ്രകൃതിയാണ്. ആയിക്കോട്ടെ. അപ്പൊ 377-ാം വകുപ്പ് സ്വവർഗരതി ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കുന്ന വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കി. അപ്പൊ ഇവിടുത്തെ മതങ്ങൾക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇസ്ലാം മതത്തിനോ ക്രിസ്തു മതത്തിനോ, ക്രിസ്തു മതത്തിൽ പഴയ നിയമത്തിൽ ലോകത്തിന്റെ സമൂഹത്തെ സ്വതവും എന്നുള്ള നാടിനെ മാലാകന്മാര് കീഴ്മേൽ മറിച്ച് നടന്നു. എത്ര ഇപ്പോ ഇറാനില് വ്യഭിചാരന്മാര് എറിഞ്ഞു കൊല്ലുന്നൊരു പാപകൃത്യാണ് സ്വവർഗരതി. അപ്പൊ സയൻസ് മുന്നേറുമ്പോൾ ഈ സ്വവർഗരതി എന്ന് പറയുന്നത് ചില ആളുകളുടെ ശാരീരികവും മാനസികമായ പ്രത്യേകത കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആണും പെണ്ണും അല്ലാത്ത മനുഷ്യജീവികൾ നമ്മുടെ ഇടയിലുണ്ട്. 1ഉം 2ഉം അല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യ എടുത്താൽ. അപ്പോ ഇവർക്ക് പൗരാവകാശങ്ങളില്ലേ? ഓരോ കാലവും പുതിയ ചോദ്യം ചോദിക്കും. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും പ്രേമിക്കുകയും കാമിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നത് തിരിച്ചറിയാനുള്ള ഒരു പൗരബോധം, പൗരാവകാശ ബോധം, സ്വാതന്ത്ര്യ ബോധം, ജനാധിപത്യ ബോധം നമുക്കുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇതാണ് നവോത്ഥാനത്തിന്റെ ചോദ്യം. അപ്പോ
എല്ലാവരും സ്വർഗരതിക്കാരാവണമെന്നോ എല്ലാവരും സ്വർഗ വിവാഹം കഴിക്കണമെന്നൊന്നും അല്ല ഈ നിയമം. എന്താണ്? സ്വർഗരതി വേണം എന്നുള്ള ആൾക്ക്, സ്വർഗ വിവാഹം വേണം എന്നുള്ള ആൾക്ക് അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട കേട്ടോ, കേരളീയ അഭിമാനത്തോട് ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നത് കേരള ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, MK മുനീറാണ് വകുപ്പ് മന്ത്രി. എന്താണ് ആ ആക്ട് പറഞ്ഞത്? വിദ്യ അഭ്യസിക്കാനും ജോലി നേടാനും പൊതുരംഗത്ത് പ്രവർത്തിക്കാനും ഇലക്ഷൻ മത്സരിക്കാനും ഒക്കെ ആണിനും പെണ്ണിനും എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശമൊക്കെ ട്രാൻസ്ജെൻഡറിന് കേരളത്തിലുണ്ട് എന്നാണ്. ചെറിയ കാര്യമല്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഇവര് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ബഹളുണ്ടാക്കി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ 377 റദ്ദാക്കി. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിനെതിരാണ് ഞാൻ പറയുന്നത്. ഒരാൾക്ക് അങ്ങനെ വേണമെങ്കിൽ അയാൾ അങ്ങനെ പോട്ടേന്നേ. ആ തരത്തിൽ ഹിന്ദിക്കാർ പറയല്ലോ, ജിയോ ഓർ ജീനേതോ, ജീവിക്കാൻ അനുവദിക്കുക, നിങ്ങൾക്ക് വേണ്ട ഒരാൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോട്ടേത് എന്ന് വെക്കാനുള്ള ഒരു സ്വതന്ത്രബോധം ഉണ്ടാവുന്നതിനെയാണ് നവോത്ഥാനം എന്ന് പറയുക. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നം ഇതൊക്കെ മതങ്ങളെയാണ് നമ്മളിപ്പോൾ നേരിടുന്നത്. മാർക്സ് പറയും എല്ലാ വിമർശനവും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ്. പിണറായി വിജയൻ കേൾക്കണ്ട. എല്ലാ വിമർശനവും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എന്ന് കാർൽ മാർക്സിന്റെ സിദ്ധാന്തമാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അയ്യങ്കാളി ഉണ്ടായിരുന്നു, മത്തിത്തങ്ങൾ ഉണ്ടായിരുന്നു, വക്കമ്മൗലവി ഉണ്ടായിരുന്നു, പൊയ്കേൽ അപ്പച്ചൻ ഉണ്ടായിരുന്നു, പണ്ഡിറ്റ് കറുപ്പൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകളില്ലാത്ത ഒരു മതേതരമായ സാമൂഹ്യ ജീവിതം, അതിൻ്റെ ഒരു സ്വസ്ഥത, അതിനൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും അടിസ്ഥാനമായ ആശയം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു സൗകര്യം ഉണ്ടായിരുന്നു. എന്താ അത്? ഇവിടെ എല്ലാ മതക്കാർക്കും ജാതിക്കാർക്കും ഒരു ഭാഷ മലയാളമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നവോത്ഥാനത്തെ ഏറ്റവും സഹായിച്ചത് നമ്മുടെ ഭാഷയാണ്. അപ്പോൾ ഞാനൊരു എൻ്റെ അനുഭവം പറയാം. ഞാൻ ഒരിക്കലും ഹൈദരാബാദിലൊരു കോഴ്സ് ചെയ്യുമ്പോൾ രാവിലെ നടക്കാൻ പോയി. അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അയാളുടെ പേര് അക്ബർ എന്നാണ്. അയാൾ അവിടെ ഒരു ഗേറ്റ്മാൻ ആണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഇന്നലെ ശ്രീശ്രീയുടെ ഒരു കവിതയെ പറ്റി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വന്നൊരു സംശയം ഞാൻ അയാളോട് ചോദിച്ചു. തെലുങ്ക് കവിയാണ് ശ്രീശ്രീ. അപ്പോൾ ഇയാൾ ചോദിച്ചു, ശ്രീശ്രീ അത് ആരാ? നിങ്ങൾ ശ്രീശ്രീ കേട്ടിട്ടില്ലേ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടില്ലേ? യൂണിവേഴ്സിറ്റി ഞാൻ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. ശ്രീശ്രീ എന്ന് കേൾക്കാതെ നിങ്ങൾ ഡിഗ്രി പാസ്സായെന്ന് ചോദിച്ചാൽ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഉറുദു സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് തെലുങ്ക് എഴുതാൻ വായിക്കാറില്ല, കേട്ടാൽ മനസ്സിലാവേണ്ടു. അനീഷ മുസ്ലിം. ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ നാഗാലാൻഡിൽ ചെന്നാൽ അവിടുത്തെ ക്രിസ്ത്യാനിയുടെ മാതൃഭാഷ ഇംഗ്ലീഷാണെന്ന് അവർ പറയാം. മഹാരാഷ്ട്രയിൽ ചെന്നാൽ അവിടെ മുസ്ലിമിന് ഉറുദു, മറ്റവനും മറാഠി അല്ലെങ്കിൽ ഹിന്ദി. എല്ലാവർക്കും കോമൺ ആയിട്ട് ഹിന്ദി ഉപയോഗിക്കാം. ഈ പ്രശ്നം കേരളത്തിലില്ല. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ സമാധാന ജീവിതത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സഹജീവിതത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ശാന്തിയുടെ അടിസ്ഥാനം ഈ ഭാഷയാണ്. കേരളീയർ മലയാളം ഉണ്ടാക്കിയല്ല ഉണ്ടായത്. എന്തായത്? മലയാളം കേരളീയർ ഉണ്ടാക്കുക ചെയ്ത്. നമ്മളൊരു സ്കൂളിൽ പഠിച്ചു, ഒരു അധ്യാപകന്റെ അധ്യാപികയുടെ കീഴിൽ പഠിച്ചു, ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് കുളിച്ചു, ഒന്നിച്ച് നാടകം കണ്ടു, തല്ലുകൂടി, ജയിച്ചു, തോറ്റു, എല്ലാം പൊതുവായിരുന്നു. എഴുത്തച്ഛനും നമ്പ്യാരും ചെറുശ്ശേരിയും എന്ന പോലെ വള്ളത്തോളും ആശാനും ഉള്ളൂരും നമ്മുടെ പൊതു പാരമ്പര്യമായി. ആ പാരമ്പര്യത്തിൽ പൊൻകുന്നം വർക്കിയും ബഷീറും MTയും ഉറൂബും നമ്മുടെ പൊതു പാരമ്പര്യമായി. കഥകളിയും തുള്ളലും ഒപ്പനയും ചവിട്ടുനാടകവും ഉള്ളുമാട്ടും ഒക്കെ നമ്മുടെ പാരമ്പര്യമായി. ഇതൊക്കെ നമ്മുടേതാണ്. അങ്ങനെ നമ്മൾ എന്ന് വേറെ ഒരു സാധനം ഉണ്ടായി വരിക. ഈ സാധനം ഇപ്പോൾ നിങ്ങൾ നായർ എന്നുള്ള കൂട്ടത്തിൽ നിന്ന് പുറത്തു കിടന്നു, ഈഴവൻ എന്നുള്ളതിൽ നിന്ന് പുറത്തു കിടന്നു, മുസ്ലിം നിന്ന് പുറത്തു കിടന്നു. അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ ഒരു സിവിൽ സൊസൈറ്റി രൂപം കൊള്ളുക. ഈ രൂപം കൊള്ളുന്ന സാമൂഹ്യ പ്രക്രിയക്ക് പറയുന്ന പേരാണ് എൻ്റെ കണക്കിൽ നവോത്ഥാനം. അതായത് പുതിയ ഉത്ഥാനം, ഒരു ഉണർച്ചയല്ല, ഒരു ഉയർച്ച. ഇതാണ് ഇപ്പോൾ വെല്ലുവിളിക്കപ്പെടുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ നഷ്ടമായി, നവോത്ഥാന മൂല്യങ്ങൾ വിസ്മൃതമായി എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തെ സംബന്ധിച്ച് 1950 വരെയും അത് കഴിഞ്ഞ് ഉള്ള 50 രണ്ട് കഷ്ണം വളരെ പ്രധാനമായി വിചാരിക്കുന്നു. ആദ്യത്തെ പകുതിയിൽ എല്ലാം ജോറ, എല്ലാം ആരൊക്കെ? അയ്യങ്കാളി,
നാരായണഗുരു, മക്തി തങ്ങൾ, പക്ക മൗലവി, അങ്ങനെ ഒരുപാട് ആളുകൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, മൊയ്ത് മൗലവി, കേശവ മേനോൻ, കേളപ്പൻ, പി കൃഷ്ണപിള്ള, അങ്ങനെ എല്ലാം. അപ്പൊ എന്താണ്, അവിടെ എല്ലാ തരത്തിലുള്ള ആചാരങ്ങളെയും വെല്ലുവിളിക്കുന്നു. ആചാര സംരക്ഷണമല്ല, ആചാര ലംഘനമാണ് നവോത്ഥാനം, ആചാര ലംഘനമാണ് പുരോഗതി, ആചാര ലംഘനമാണ് സ്വാതന്ത്ര്യ സമരം, ആചാര ലംഘനമാണ് കോൺഗ്രസ്, ആചാര ലംഘനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നായിരുന്നു 1950 വരെ ആദ്യപാതി, 20ാം നൂറ്റാണ്ട് ആദ്യപാതിയിലുള്ളത്. അപ്പൊ ആരാ ആചാരം ലംഘിക്കാൻ പഠിപ്പിച്ച്? പ്രധാനപ്പെട്ട ആളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്, ഒരു സംശയം വേണ്ട. ഓ, ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരം 1924 കാലത്തെ വൈക്കം സത്യാഗ്രഹം, അതിൻ്റെ ഒരു നായകൻ നാരായണഗുരു ആണെങ്കിൽ, ഒരു നായകൻ EVR ആണെങ്കിൽ, ഒരു നായകൻ കേശവമേനോൻ, ഒരു നായകൻ TK മാധവനാണെങ്കിൽ, വേറെ ഒരു നായകൻ ഗാന്ധിയാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം, അതാരാ നായകൻ? കേളപ്പനാണ്. അദ്ദേഹത്തിന്റെ പേരിനെ കേരള ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അന്ന് കോൺഗ്രസ്സുകാരനായ AKജിയും അന്ന് കോൺഗ്രസ്സുകാരനായ കൃഷ്ണപിള്ളയൊക്കെ 31-32 കാലത്ത്. ഇന്ന് അങ്ങനെ ഒരു സമരം നടത്താൻ സാധിക്കുമോ? ഞാനൊരു വളർക്കാരൻ അധ്യാപകനായിരുന്നു. അത് ഞാൻ MA ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യം, വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ NSSന്റെ നേതൃത്വത്തിൽ, മന്നത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രകടനം കേരളത്തിന്റെ പല ഭാഗത്തും നടന്നു. ആ പ്രകടനത്തിന്റെ ആവശ്യം എന്തായിരുന്നിരിക്കും എന്ന് ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ക്ഷേത്രപ്രവേശനം അനുവദിക്കരുത് എന്നായിരിക്കും അതിന്റെ ആവശ്യം. വാസ്തവത്തിൽ ആ പ്രകടനം നടത്തിയത് ക്ഷേത്രപ്രവേശനം കൊടുക്കണം എന്ന് പറയാനാ. അത് ക്ഷേത്രപ്രവേശനം കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് സവർണജാഥ നടത്തിയത്. ആര്? മന്നത്ത് പത്മനാഭൻ. കണ്ടോ, കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇതാണ് ഇപ്പോ വടക്കനായ രത്നാകരനിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടില് ഒരു പ്രമുഖനായ പരിഷ്കർത്താവ്, നവോത്ഥാന നായകനുണ്ടായിരുന്നു, സ്വാമി ആനന്ദ തീർത്ഥൻ. അദ്ദേഹം വളരെ അത്ഭുതമാണ്. അദ്ദേഹം ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി അന്ന് ഹരിജൻ എന്നും ഇപ്പോൾ ദളിത് എന്നും പറഞ്ഞ വിഭാഗത്തിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുക, പിന്നെ അവർക്ക് പീടികയിൽ ചായ വാങ്ങിക്കൊടുക്കുക, പിന്നെ അവരെ മുടി വെട്ടിക്കാൻ ബാർബർ ഷോപ്പ് കൊണ്ടുപോവുക. അപ്പോൾ സ്വാമിയെ അക്ഷരാർത്ഥത്തിൽ അടിച്ചുപൊളിക്കുക ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തമാശ എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു കുട്ടിക്ക് പേരിട്ടു, വിശ്വാസൻ ശർമ്മ എന്ന പേരിട്ടത്. അവിടെ കൊണ്ട് സ്കൂളിൽ കിടക്കാൻ പറ്റും. എന്താ പേര്? വിശ്വാസൻ ശർമ്മ. ഇവൻ പൊലയനല്ലേ, ആ പൊലയനാണ്, അവൻ്റെ പേര് വിശ്വാസ ശർമ്മ എന്നാണ്. വേറെ കുട്ടിക്ക് അദ്ദേഹം പേരിട്ട് തിരുമേനി എന്നാണ്. വേറെ അബ്ദുസലാം പേര്, ഒക്കെ പൊലയന്മാരാ. അദ്ദേഹം ബ്രിഗേഡിയർക്ക് കേസ് കൊടുക്കും. അങ്ങനെ അത്ഭുതമാണ് ആനന്ദതീർത്ഥന്റെ കാര്യം. അദ്ദേഹത്തിന്റെ 2 നായകന്മാരുണ്ടായിരുന്നു. ഒരു വലിയ ഗാന്ധി ശിഷ്യനായിരുന്നു, പിന്നെ നാരായണഗുരുവിന്റെ ശിഷ്യനായിരുന്നു. നാരായണഗുരുവാണ് അദ്ദേഹത്തിന് സന്യാസം കൊടുത്തത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഈ തരത്തിൽ നമ്മളെ സ്ത്രീകളോട്, അല്ലെങ്കിൽ ദരിദ്രരോട്, അല്ലെങ്കിൽ കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ടവരോട് കാണിക്കുന്ന അന്യായം, അത് നമ്മുടെ നാട്ടിൽ ജാതിയുടെ ഒരു പ്രശ്നം ഭയങ്കരമാണ് കേരളത്തിൽ. എന്നുവെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ പറയുന്നല്ലോ മേൽജാതി കീഴ്ജാതി, അങ്ങനോട് പറയാൻ പാടില്ല. ഞാൻ പറയാറില്ല. മേൽജാതി എന്ന് സ്വയം വിളിക്കുന്നവരെന്നും കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ടവരെന്നാണ് ഞാൻ പറയാറുള്ളത് സാധാരണഗതിയിൽ. നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ഈ കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിലെ കീഴ്ജാതികൾക്കിടയിൽ ഉപജാതികളുണ്ട്, ഉൾജാതികൾ. അതിൻ്റെ അയിത്തം ഭയങ്കരമാണ്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞു. നമ്മുടെ നവോത്ഥാനം ഞങ്ങളുടെ പോണേ. അപ്പോൾ അവിടെ ഒരു മാപ്പിളയുടെ ചായപ്പൊടി. അപ്പോൾ അന്നൊന്നും മാപ്പിളമാർ ഈ ചെറുമക്കളെ ബെഞ്ചിനോട് ഇരിക്കാൻ സമ്മതിക്കില്ല, നിലത്തിരിക്കണം. പിന്നെ അവർക്ക് ചായ കൊടുക്കുന്നത് ഗ്ലാസ്സിലല്ല, ചിരട്ടയാണ്. എങ്ങാനും ഗ്ലാസ് ചിരട്ടല്ലാതെ ഗ്ലാസ് കൊടുത്താൽ അത് കഴുകി മോടി കമഴ്ത്തി വെച്ചിട്ട് പോകണം ചെറുമൻ. അപ്പോൾ 47 ആഗസ്റ്റ് കഴിഞ്ഞപ്പോൾ ഈ പിടിയക്കാരനോട് അസൂയുള്ള 1-2 പേര് ഒരു ചെറുമനെ മുപ്പിച്ച് വിട്ടു, പോയി ചായ വയ്ക്കണം. അപ്പോൾ അവിടെ നിന്ന് ചായ വെച്ചപ്പോൾ മാപ്പിള പറഞ്ഞു, ഇവിടെ ചായ ഇല്ല. ചായൻ്റെ അവിടെ ഇവിടെ ഇല്ലെന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടി, ഇനി അവൻ്റെ ഗ്ലാസ് പോകാനാവില്ല എന്നുള്ളത് മാപ്പിളെ. അപ്പോൾ ഇവനെയും കൂട്ടി ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ പോലീസുകാർ ഈ ചെറുമനെയും കൂട്ടി, ഇവിടെ എന്താ സ്ഥിതി, ഇവിടെ എല്ലാവർക്കും ചായ കുടിക്കാൻ സൗകര്യമുണ്ടോ, ചായ അറിയാൻ വേണ്ടി വരുന്നുണ്ടെന്ന് മാപ്പിള അറിഞ്ഞു.
മാപ്പിള എന്ത് ചെയ്തു? അവിടെ വേറെ ഇവരുടെ കൊടുത്തൊരു ഉപവിഭാഗമുണ്ട്, കള്ളാടി എന്ന് പറയും. ഒരു കള്ളാടി അവിടെ പണിക്ക് വെച്ചു. അങ്ങനെ മൂപ്പര് മേശയ്ക്ക് ഇരിക്കുമ്പോൾ പോലീസുകാരനും ചെറുക്കനോട് വന്നു. ചെറുക്കൻ പറഞ്ഞു ഒരു ചായ വേണം. അപ്പം മാപ്പിള കള്ളാടി പറഞ്ഞു ചായ എടുത്ത് കൊടുക്കടാ. അപ്പം മറ്റോ പണിക്ക് ചായ വേണ്ട, കള്ളാടി ഒറ്റ കുടിക്കൂല. കള്ളാടി തൊട്ട് ചെറുപ്പം കുടിക്കൂല. ഇവിടെ ഉണ്ടായ നവോത്ഥാനം കൊണ്ടുണ്ടായ ഒരു കാര്യം, നായർ എന്നൊരു സമുദായം ഉണ്ടായി. എത്ര തരം നായന്മാരുണ്ട് വെളുക്കത്തില, അതൊക്കെ തീർന്നു. ഈഴവൻ, തീയൻ, ചോവൻ എന്നൊക്കെ പറ്റി പറയാ, അതൊക്കെ തീർന്നു. അപ്പം മേത്തൻ, മാപ്പിള, റാവുത്തൻ, ഇതൊക്കെ തീർന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ നിർഭാഗ്യവശാൽ ദളിതർക്കിടയിൽ ഒരു സമുദായ രൂപീകരണം ഉണ്ടായില്ല. അപ്പൊ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഒന്നെന്താണ്? വയനാട്ടിൽ കുറിച്ചര്, കുറുമര്, ഉള്ളിക്കുറുമര്, പണിയര്, അടിയാമാരെങ്ങനെ പലതുണ്ട്. ജാനും ഈ അടിയാത്തിയ അവരുടെ കണക്കിന് ഏറ്റവും താഴേന്ന് വെച്ചുള്ള. അപ്പൊ അവളെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് തീർന്നല്ലോ, പ്രശ്നം തീർന്നു. അവളെ അടിയാത്തിയാൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ജാതി. 3000 കൊല്ലമായി കേട്ടോ, 3000 കൊല്ലമായി. ജാതികളും ഉപജാതികളും ഉൾജാതികളായിട്ട് 2700 എണ്ണം ഇന്ത്യയിൽ. ഇപ്പോൾ നമ്മുടെ നവോത്ഥാനങ്ങളുടെ തെറ്റ് ഒരു കണക്ക് ഞാൻ പറയാം, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ തിരുത്തുകയും ചെയ്യാം. ഈ കഴിഞ്ഞ 60-70 കൊല്ലം, അതായത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച മാതിരി വിമോചന സമരം വന്നു. അപ്പൊ എന്താ വിമോചനം ഉണ്ടായത്? അന്ന് ഞാൻ തീരെ കുട്ടിയാണ്. അന്ന് ഒരു മുദ്രാവാക്യം എനിക്ക് ഓർമ്മയുണ്ട്, മന്നം പട്ടം ശങ്കർ ചാക്കോ ബാപ്പയ്ക്ക് തങ്ങൾ സിന്ദാബാദ്. ഇങ്ങനെ മന്നം പട്ടം ശങ്കർ ചാക്കോ ബാപ്പയ്ക്ക് തങ്ങൾ സിന്ദാബാദ്. ഇനി ഒരു ബാക്കിയുണ്ടോ? അതും ബാക്കി. അന്ന് ഞാൻ കേട്ട വേറൊരു മുദ്രാവാക്യം, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാനെന്ന് വിളിപ്പിക്കും. ഭാഷ മാറും. ഇന്ന് പാലും തമ്പ്രാനെ വിളിക്കില്ല, ഏമാനെ വിളിക്കില്ല. ഉണ്ടോ? ആചാര ഭാഷ മാറി. നവോത്ഥാനത്തിന്റെ ഒരു നേട്ടം ഉണ്ടായി. പക്ഷേ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ, സ്ത്രീകളെ സംബന്ധിക്കുന്ന ഭാഷയിൽ ഒരു മാറ്റം ഇപ്പോഴും ഉണ്ടായില്ല. ഈ മലയാളം ആരുടെ ഭാഷയാണ്? മലയാളം ആണുങ്ങളുടെ ഭാഷയാണ്. പിന്നെ ആണുങ്ങൾ എന്ന് പറയുന്ന പോക്കിരികൾ അനുവദിക്കുന്നതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. യാതൊരു കാരണവശാലും ഒരു സ്ത്രീയുടെ ഭാഷയാണ് എന്ന് പറയാൻ ഒരു വകുപ്പ് ഈ ഭാഷയ്ക്കില്ല. ഉണ്ടോ? ഞാൻ പറയാം, തെളിവ് വരാതെ അവിടെ പോയിക്കൊണ്ട്. ഓ, എൻ്റെ സ്വന്തം ഭാഷ എന്നതിന് ഈ ഭാഷയിൽ പറയുന്നത് അവനവൻ്റെ ഭാഷ ആണ്, അല്ലേ? അത് സ്ത്രീക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അവളവളുടെ ഭാഷ എന്ന് ചിരിക്കും. എപ്പോൾ ചിരിച്ചിരുന്നത്? അവളവളുടെ ഭാഷ എന്ന് പറയാൻ പറ്റണ്ടേ? നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രയോഗം ചരിത്ര പുരുഷൻ എന്നാണ്. ചരിത്ര സ്ത്രീ ഇല്ലല്ലോ. ആദർശ പുരുഷൻ എന്നാണ്. ആദർശ സ്ത്രീ ഇല്ല. ഉണ്ടോ? നിങ്ങൾ ജനക്കൂട്ടത്തിൽ നിങ്ങൾ പറയുന്ന വാക്ക് പുരുഷാരം എന്നാണ്. സ്ത്രീയില്ലേ? ഒന്നെങ്കിൽ ഒരു പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, അല്ലേ? അവൻ എന്നുള്ളത് പുല്ലിംഗമാണ്, സ്ത്രീ എന്നുള്ളത്, അവൾ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അത് എന്നുള്ളത് നപുംസകലിംഗമാണ്, അല്ലേ? ഈ ലിംഗം എന്നുള്ള അവർക്ക് പുരുഷൻ സൂചിപ്പിക്കുന്നതല്ലേ? അത് നിങ്ങൾ എന്തിനാ സ്ത്രീലിംഗം എന്ന് പറയുന്നത്? അത് ആ ടേംസിൽ തന്നെ കോൺട്രഡിക്ഷൻ അല്ലേ? ആ വാക്കുകൾ തന്നെ വൈരുദ്ധ്യല്ലേ? അത് ലിംഗം എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ സാഹചര്യത്തിലും പുരുഷന്റെ മാത്രം പ്രതിരൂപമായിരിക്കെ അത് സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ ഇത് പുരുഷന്റെ ഭാഷയെന്ന് കാണിക്കുക. ഞാൻ വേറെ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആണിനെ പറ്റി അതെന്ന് പറയും ഇല്ല, സ്ത്രീയെ പറ്റി പറയോ? ഞാൻ പറയാം. എങ്ങനെയുണ്ട് മുത്തശ്ശൻ? തീരെ സുഖല്ല. എന്ത്? അല്ല, മുമ്പ് മരുന്ന് കുടിക്കാൻ മടിയാ. എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക്? അത് തീരെ സുഖമല്ല. എന്ത്? അത് മരുന്നൊന്നും കുടിക്കില്ല. സ്ത്രീയാണത്. നിങ്ങൾക്ക് അതെന്ന് പറയാം. കാരണം ഇതിന്റെ ഏറ്റവും അടിയിൽ, നമ്മുടെ ഏറ്റവും അടിയിലുള്ള ഈ സാധനം, ഇതിന്റെ രാഷ്ട്രീയത്തിലോ മതത്തിലുള്ള പ്രത്യക്ഷങ്ങളൊക്കെ നോക്കുക. കേരളത്തിൽ ഒരിക്കലും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇത്ര കൊല്ലായി കേരളത്തിൽ ഒരിക്കലും വനിതാ ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെയും പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് ഒരു വനിത വന്നിട്ടില്ല. ഉണ്ടോ? ഈ ഗൗരിയമ്മ ജീവിച്ച നാടാണ്.
അക്കാമത്തിനെ ജീവിച്ച നാടാത്, സുശീല ഗോപാലിന്റെ നാടാത്, നബീസത്ത് ബീവിയുടെ നാടാത്, കുട്ടികളമ്മയുടെ നാടാത്. ഒരു ആഭ്യന്തരത്തില്ല സ്ത്രീ. ഇനി അടുത്ത കാലത്ത് ഉണ്ടാവില്ല. കാരണം മലയാളക്കാവുന്ന ആലോചിക്കുന്ന പണിയുന്നില്ല, ഇങ്ങനെയൊന്നും ആലോചിക്കുന്ന ഒരു പണിയില്ല. നമ്മളെക്കാൾ എത്രയോ സാക്ഷരതയിലൊക്കെ പിറകിലുള്ള വളരെ ദരിദ്രമായ നമ്മളോട് കമ്പയർ ചെയ്യുന്ന സ്റ്റേറ്റാണ് UP. അവിടെ മായാവതി എന്നുള്ള ഒരു ദലിത് വനിത 4 വട്ടം മുഖ്യമന്ത്രിയായി. ഇവിടെ ഒരു ദലിത് വനിത പഞ്ചായത്ത് പ്രസിഡന്റായാൽ രസിക്കോ? എന്താ ചെയ്യാൻ? അന്നത്തെ 2006 നിയമല്ലേ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 50% സ്ത്രീ ഇരിപ്പിടങ്ങൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തു അല്ലേ? ഞാൻ പറയാം, ന്യായമായ ഒരു ആവശ്യമല്ലേ കേരള നിയമസഭയിലെ 70 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യണമെന്നുള്ളത് അല്ലേ? നിങ്ങളാരും മിണ്ടില്ലല്ലേ? സൈക്കിൾ. കാരണം നമ്മൾ ഇവിടുത്തെ സ്ത്രീകൾ സ്ത്രീ വിരുദ്ധരാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ എന്ന് പറയുന്നത് ഒരു ശാരീരിക അവസ്ഥയല്ല, അതൊരു മാനസിക അവസ്ഥയാണ്, സാംസ്കാരിക അവസ്ഥയാണ്. സ്ത്രീ എന്നുള്ള ശാരീരിക അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് പുരുഷനാവാൻ സാധിക്കും. ഞാൻ തെളിവ് തരാം. സ്ത്രീധനം വാങ്ങാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് മരുമകളോട് പറയുന്ന അമ്മായിയമ്മ ആണോ പെണ്ണോ? അങ്ങനെ പറയുന്ന നാത്തൂനാണോ പെണ്ണോ? ഈ അക്രമങ്ങൾ മുഴുവൻ കാണിക്കുന്നത് പുരുഷാധിപത്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത പെണ്ണുങ്ങൾ ഇന്ത്യയിൽ എവിടെയുണ്ട്? കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്. തെളിവ് വരാം. ഒരു അതിഥി വീട്ടിൽ വന്നു, അയാൾ ചായയും പലഹാരം കഴിച്ചു പോകുമ്പോൾ അയാൾ പോയാൽ ഉടനെ ആ പ്ലേറ്റും ഗ്ലാസും മോറാൻ വേണ്ടി നിങ്ങളുടെ മകൻ എടുത്താൽ നിങ്ങൾ പറയും അവിടെ വെച്ചിക്കണം, അതൊക്കെ അവൾ കഴിക്കോളും. അതായത് അവള് ഒന്നില്ല അവൻ്റെ അമ്മ അല്ലെ അവൻ്റെ പെങ്ങള്. കാരണം ഇത് മോശം പണിയായി. ഗ്ലാസ് മോറുന്നത് മോശപ്പെട്ട പണിയാ. അതൊക്കെ മുറ്റം അടിച്ചു വാരാൻ ഏതെങ്കിലും ഒരു ആള് മുറ്റത്തിറങ്ങിയ ഇവിടുന്ന് ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ആ വീട്ടിലെ പെണ്ണ് മാത്രമല്ല അയൽവക്കത്തെ പെണ്ണ് സംഭവിക്കില്ല. നോക്കിയോ? അത് എന്തോ അല്ലേ? അതാ അവനവന് വരുന്ന എന്തൊരു നാണക്കേടുമായി. ഗാന്ധി സ്വയം തോട്ടി എന്ന് വിളിക്കും. അദ്ദേഹം അഭിമാനപൂർവ്വം പറഞ്ഞൊരു കാര്യം, എൻ്റെ 4 മക്കൾക്കും കക്കൂസ് വൃത്തിയാക്കാൻ യാതൊരു അറപ്പുമില്ല, അവർക്ക് നന്നായിട്ട് കക്കൂസ് വൃത്തിയാക്കാൻ അറിയാം. ഗാന്ധി പറഞ്ഞത്, ഒരു തോട്ടി വരുമ്പോ നിനക്ക് നാറുന്നു, അത് അവന്റെ നാറ്റമല്ല, നിന്റെ നാറ്റമാണെന്ന്. സ്ത്രീകളെ പറ്റി അദ്ദേഹം പറഞ്ഞത് അവരവലകളാണ് എന്ന് പറയുന്നതാണ് പുരുഷന്റെ ഏറ്റവും വലിയ പാപം. അപ്പോ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടിയിരുന്നത് സ്ത്രീ പുരുഷ സമത്വമാണ്. അത് വന്നോന്ന് ആലോചിക്കാം. ഏതെങ്കിലും രംഗത്ത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോ ഇത് മുഴുവൻ കേരളത്തിലെ നവോത്ഥാനം മുഴുവൻ എവിടെയാണ് പോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ കല്ല് ഞാൻ കാണുന്നത് വിമോചന സമരത്തിലാണ്. ഞാൻ പറഞ്ഞത് പളയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും. അന്ന് ഒരു EMSന്റെ 1ാം EMS മിനിസ്ട്രിയിൽ കേട്ടോ, എൻ്റെ അറിവിലും അനുഭവത്തിലും കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ മന്ത്രിസഭയാണ്. വിമോചന സമരം പോലൊരു അന്യായം കേരളത്തിൽ വേറെ നടന്നിട്ടില്ല. അപ്പം അന്ന് കോൺഗ്രസ് നേതാവും മാതൃഭൂമി ചീഫ് എഡിറ്ററും ആയിരുന്ന കേശവൻ അതിനെതിരായിരുന്നു. എല്ലാ കോൺഗ്രസുകാരെയും അനുകൂലിച്ചിട്ടില്ല. പിന്നെ നിർഭാഗ്യവശാൽ വലിയ കലാകാരന്മാരായ CJ തോമസ്, NP മുഹമ്മദൊക്കെ അതിന് അനുകൂലിയായിരുന്നു, അഴീക്കോട് ഭാഷയ്ക്ക് അനുകൂലമായിരുന്നു. അപ്പോ വിമോചന സമരത്തിൽ വന്ന ഒരു അപകടം പൗരോഹിത്യത്തിന് ശക്തിയുണ്ട് എന്ന് വന്നതാ. എന്താ പൗരോഹിത്യം? അതിന്റെ നേതൃത്വത്തിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു കൂട്ടര് ക്രിസ്ത്യൻ പൗരോഹിത്യ, വേറെ മുസ്ലിം പൗരോഹിത്യ, പിന്നെ മറ്റുള്ള ഈ എയർപോർട്ടിലൊക്കെ സമുദായ നേതാക്കന്മാർ. അപ്പൊ എന്ത് വന്നു? ഇവിടുത്തെ ഈ വോട്ടുകൾ മുഴുവൻ രാഷ്ട്രീയ വോട്ടുകളല്ല, അത് മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ വകതിരിയുന്ന വോട്ടുകളാണ് എന്ന് വന്നു. ഭയങ്കരമായൊരു അപകടമാണ് സംഭവിച്ചത്. അപ്പോ അതോടുകൂടി കോൺഗ്രസ് ആ മറ്റേ വിമോചനം നടത്തിയ കൂട്ടരൊക്കെ ഇവരെ വിമർശിക്കുന്നത് നിർത്തി. ആരെ വിമർശിക്കുന്നത്? പൗരോഹിത്യത്തെ വിമർശിക്കുന്നത് നിർത്തി. അപ്പോൾ എല്ലാ അത്യാചാരങ്ങളും നടപ്പാക്കുന്നത് പൗരോഹിത്യമാണ്. വൈക്കത്ത് വന്നിട്ട് ഗാന്ധി അതിൻ്റെ ശിവക്ഷേത്രത്തിൻ്റെ വലിയ മേലധികാരി നമ്പ്യാതിരോട് ചോദിക്കുന്നുണ്ട്, ഈ നായിക പട്ടിക്കൊക്കെ പോകാവുന്ന ഈ വഴിക്ക് ഈ അയിത്തജാതിക്കാരെന്ന് നിങ്ങൾ വിളിക്കുന്ന കൂട്ടർക്ക് നടന്നുകൂടാന്നാണ് അങ്ങ് പറയുന്നത്. അത്ര ലളിതമായ കാര്യമായിരുന്നു.
ഈ സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യ നേടാനുള്ള സ്വാതന്ത്ര്യം, സാമൂഹ്യ സമത്വത്തിനുള്ള സ്വാതന്ത്ര്യം, തരത്തിൽ ഒരുപടി അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇതൊക്കെ അല്ലെങ്കിൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് നേരത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് നടന്നു പോകാവുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ. നമ്മൾ സ്വതന്ത്രമായി ബോംബെ നഗരത്തിലുള്ളതിനേക്കാൾ അപകടമായിരിക്കും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ പെണ്ണുങ്ങൾ അസമയം ഉണ്ടോ, അത് പെണ്ണുങ്ങൾ അസമയത്ത് നടത്താൻ ഒരിക്കലും അത് സുരക്ഷിതമാണ് എന്ന് പറയാൻ സാധിക്കില്ല. തിരുവനന്തപുരത്ത് വർഷങ്ങളായി താമസിക്കുന്ന മലയാളികളല്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥരോട് നടത്തിയ ഒരു ഇന്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട്. അവർ പറഞ്ഞത് ഇവിടെ ഒരിക്കലും ഒറ്റയ്ക്ക് എവിടേക്ക് പോയി നേരത്തെ പോകാൻ വയ്യ. തിരുവനന്തപുരത്ത് പറഞ്ഞത് അത് കോഴിക്കോട്ടൊരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ ഈ തുല്യത, നീതി, സമത്വം ഇപ്പോൾ ചോദിക്കുകയാണ്. ഇപ്പം എല്ലാ പുരോഹിതന്മാരും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും തുല്യമാവും? കാന്തപുരം AP അബൂബക്കർ മുസ്ലിം ചോദിച്ചത് ആണുങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയുമെന്ന്. എന്തൊരു യുക്തിപൂർവ്വമാണ് ചോദ്യം. ഇങ്ങനെ അസംബന്ധം പറയരുതെന്ന് അദ്ദേഹത്തോട് പറയാൻ ധൈര്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പാടില്ല. അതാ പ്രശ്നം. ഇതിന്റെ പ്രശ്നം നമ്മുടെ നവോത്ഥാനത്തിന്റെ പ്രശ്നം 1936 നവംബർ 12 തിരുവിതാംകൂർ ഗവൺമെന്റ് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അത് എഴുതിയത് ഉള്ളൂരാട്ടോ. അതെങ്ങനെ വന്നു? ഒന്നുമില്ല. ആ വിളംബരത്തിൽ ഒപ്പിട്ടാൽ രാജാവിന് അധികാരം പോകില്ല. രാജാവിടെ ആരും ചോദിക്കില്ല. വൈക്കം ശിവക്ഷേത്രത്തിന് മുമ്പിലൂടെ അയിത്തജാതിക്കാർക്ക് നടന്നു പോകാം എന്ന് പറഞ്ഞാലും അധികാരത്തിൽ സംഭവിക്കില്ല. അപ്പൊ രാജാധിപത്യത്തിന്റെ കാലത്താണ് നിങ്ങളുടെ നവോത്ഥാനം. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നവോത്ഥാനം. ബ്രിട്ടീഷുകാരുടെ കാലം കഴിഞ്ഞു, രാജാധിപത്യം കഴിഞ്ഞു, ജനാധിപത്യം വന്നു, നവോത്ഥാനം പിന്നാക്കം പോവാ. നവോത്ഥാനത്തിന്റെ ശത്രു ഇന്നത്തെ രാഷ്ട്രീയമാണ്. ഇവിടുത്തെ എല്ലാ പാർട്ടികളും, വലുതോ ചെറുതായ പാർട്ടികൾ, കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ നടത്താൻ സാധിക്കില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 2016 ബോംബെയിൽ ഒരു കേസ് വന്നു. എന്താണ്? മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ ശനിദേവന്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല, അത് അനുവദിക്കണം എന്നുണ്ട്. കോടതി അതിന് അനുവദിച്ചു, ബോംബെ ഹൈക്കോടതി. അതവിടെ നടപ്പാക്കി. 3 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വേറൊരു പരാതി വന്നു. അവിടെ മുസ്ലിങ്ങൾ തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഹാജി അലി ദർഗ, അവിടെ പെണ്ണുങ്ങൾ അവിടെ കൊടുക്കണമെന്ന് ഹൈക്കോടതി കൊടുത്തു. ആരെ കൊടുത്തതെന്ന് അറിയാം? ഫട്നാവിസ്, അതായത് അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, BJP നേതാവാണ്. അദ്ദേഹത്തിന്റെ അലയായിട്ട്, അദ്ദേഹത്തിന്റെ സഹകക്ഷിയായിട്ടുള്ള ആരാണ്? ശിവസേനയാണ്. ശിവസേനയും BJPയും കൂടി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബോംബെ ഹൈക്കോടതി വിധി അനുസരിച്ച് ആൺപെൺ വ്യത്യാസമില്ലാതെ ക്ഷേത്രത്തിൽ തീർത്ഥാടനത്തിൽ പ്രവേശനം അനുവദിച്ചു. 2018 അത് ഇവിടെ വരുന്നു. കേരളത്തിൽ എന്താ വരുന്നത്? സുപ്രീം കോടതിയാണ് പറയുന്നത്. അത് വന്ന ഉടനെ BJPയെ സ്വാഗതം ചെയ്തു, കോൺഗ്രസ് സ്വാഗതം ചെയ്തു, പിന്നെ LDF സ്വാഗതം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ BJP കാര്യം മാറി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാര്യം മാറി. 2 മാസം കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റുകാർ കാര്യം മാറി. ഇപ്പൊ ആർക്ക് വേറെ എന്തുണ്ടെങ്കിലും എന്ത് വേണ്ട? സ്ത്രീ പുരുഷ സമത്വം വേണ്ട. ഭരണഘടന പിടിച്ച ആണയിരുന്ന പണി എല്ലാവർക്കും. മുസ്ലിം ലീഗുകാർ അനീയ ഭരണഘടന എന്താ കാരണം? ന്യൂനപക്ഷ അവകാശം എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ഒരു മെമ്പറെ നിങ്ങൾക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു നല്ല ഉറപ്പാനല്ലേ? ഞങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വോട്ട് വേണം, പോരട്ടെ, പെണ്ണുങ്ങളുടെ വോട്ട് വേണം. അതാണ് ഈ പ്രശ്നം. ജനാധിപത്യം പറ്റി എന്താ വെച്ചാൽ എല്ലാവരുടെ വോട്ടിന് ഒരേ വിലയാണ്. നമ്പൂരുടെ വോട്ടിന് 100 മൂല്യവും ചെറുമന്റെ വോട്ടിന് 1 മൂല്യവും അല്ല. പണ്ടത്തെ കണക്ക് തെറ്റിപ്പോയി. ജനാധിപത്യം വന്നപ്പോൾ ഇതൊക്കെ തുല്യമായി. മുസ്ലിമിന്റെ വോട്ടും സിഖുകാരൻ്റെ വോട്ടും ആണിന്റെ വോട്ടും പെണ്ണിന്റെ വോട്ടും പാവപ്പെട്ടവന്റെ വോട്ടും പാവപ്പെട്ടവന്റെ വോട്ടും പണ്ഡിതന്റെ വോട്ടും പാമരന്റെ വോട്ടും ഒക്കെ തുല്യമായി. അപ്പൊ പിന്നെ ഈ അധികാരം കിട്ടണമെങ്കിൽ, അധികാരം നിലനിർത്തണമെങ്കിൽ, അവിടെ പത്തനംതിട്ട ജില്ലയിൽ ഒക്കെ ഇവർ തോറ്റപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്ത് ആളുകൾ കേട്ടോ സ്ത്രീകൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണം ഏറ്റവും പുതിയ കരുതൽ വന്നത് അന്ന് ഫേസ്ബുക്കിൽ നിരന്തരം വരിക എന്താണ്? ഞങ്ങൾ കാത്തു നിൽക്കാൻ തയ്യാറാണ്. എന്താണ്? തീണ്ടാരി ഇല്ലാതാകുന്നവരെ കാത്തു നിൽക്കാൻ തയ്യാറാണെന്ന് സ്ത്രീകൾ. അപ്പൊ അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇവിടുത്തെ 10,000-കണക്കിന് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അതിനെപ്പറ്റി ആരും കണ്ടില്ല. ചർച്ചയിൽ ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരാൾ കേൾക്കാത്ത മതി. ഏതെല്ലാം പാർട്ടിയും CPM ആണെങ്കിലും കോൺഗ്രസ് കേൾക്കാത്ത മതി. അപ്പൊ ചെല്ലി കേൾക്കില്ല. എന്നിട്ട് ഇവര് കാണിച്ച ഓപ്രായം എന്ന് വെച്ചാല് ഒന്നാമത് കാണിച്ചത് യാതൊരു പാകതയില്ലാത്ത പണിയാണ്.
അന്ന് ഹൈക്കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞതാണ്, ഞങ്ങൾ ഈ വിധി മാനിക്കുന്നു, ഞങ്ങൾക്ക് ഇത് നടപ്പാക്കാൻ കുറച്ച് സമയം തരണം, കാരണം ഇത് അവിടെ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് തുറന്നു കൊടുത്ത ഒരു കാര്യമാണ്, ഇതിന് അഭിപ്രായ ഐക്യം സ്വരൂപിച്ചിട്ട് ഞങ്ങൾ നടപ്പാക്കാം എന്ന് പറഞ്ഞ എല്ലാ പാർട്ടിക്കാരെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളും വിളിച്ചൊരു മീറ്റിംഗ് നടത്താൻ വേണ്ടി പോലീസിന്റെ സംരക്ഷണം കൊടുത്തു. ആർക്ക്? ബിന്ദുവിന്. എങ്ങനെയുണ്ട്? രേന ഫാത്തിമയ്ക്ക്. ഇതുപോലെ പ്രകോപനം ഇതുപോലെ പ്രകോപനം ഉണ്ടാക്കിയിട്ടാണോ പോലീസ് ഉപയോഗിച്ചാണോ നിങ്ങൾ നവോത്ഥാനം നടപ്പാക്കുന്നത്? എന്നിട്ട് അന്ന് അതിനുണ്ടാക്കിയൊരു സംഗതി എന്താ? വനിതാ മതിലുണ്ടാക്കി. ആ വനിതാ മതിലിൽ പ്രധാനമായിട്ട് വന്ന ചില കൂട്ടർ മുഖം മൂടുന്ന പർദ്ദയായിട്ട് മുസ്ലിം സ്ത്രീകൾ. അത് മുസ്ലിം സ്ത്രീയാണോ ആണാണോ പെണ്ണാണോ നടത്തുക കേട്ടോ, നിരോധിക്കേണ്ട ഒരു ചരക്കാണ് ആ മുഖം മൂടുന്ന പർദ്ദ എന്ന് പറയുന്നത്. ഇത്രയധികം ആൾമാറാട്ടത്തിന് സൗകര്യം കൊടുക്കുന്ന, അല്ല എനിക്കറിയണ്ടേ എൻ്റെ അടുത്ത് ബസ്സിലാരാ വന്നിരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മുഖം മൂടിയിട്ട് ഡോക്ടർ എടുത്ത് നിങ്ങൾ കൺസൾട്ടേഷന് പോകും. അത്തരം മൂടിയിട്ട് ഒരു എഞ്ചിനീയർ നിങ്ങൾ പഠിക്കു വെക്കും. ഒന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചു ബാക്കിയൊക്കെ പോട്ടെ, ഈ പെണ്ണിനെ കാണാതെ പരസ്യം കൊടുക്കല എങ്ങനെയാ? ഇങ്ങനെ പരസ്യം കൊടുക്കാൻ പറ്റും? കാണുവാനില്ല. ഇങ്ങനെ പരസ്യം കൊടുത്താൽ കിട്ടുന്ന ഉറപ്പുള്ള ഒരാളെ, എനിക്ക് ഉറപ്പുള്ളത് ഐശ്വര്യ റോയിയ. കണ്ടു ഐശ്വര്യ റോയുടെ കണ്ടു കണ്ടറിയാം. ഇത് ഐശ്വര്യ റോയിയെ കാണാതായത്. വേറെ ഈ 142 കോടി ജനങ്ങൾ ഒരാളെ അറിയില്ല. ഒരു ചെറിയ അല്ല, ഇത് ചില്ലറ പ്രശ്നമാണ്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആലോചിച്ചൊക്കെ ഒരു പെൺകുട്ടിയെ കാണാതെയായി, അവരുടെ ഫോട്ടോ എങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടൊരു തമാശ, ഒരുത്തൻ്റെ അടുത്തിങ്ങനെ മുഖം കൂടി പെണ്ണിരിക്കുന്നുണ്ട്. ഒരു ചങ്ങാതി പറയാണ്, ഞാൻ ആദ്യ ഭാര്യയെ മൊഴി ചൊല്ലി, രണ്ടാമത് കല്യാണം കഴിച്ചു, ഫോട്ടോ പഴയ തന്നെ മതി. ആ ഒരു ചെലവില്ല, വേറെ ഫോട്ടോ. ഈ 21ാം നൂറ്റാണ്ടിൽ ഇടതുപക്ഷം നടത്തുന്ന പരിപാടിയായത്. ഇത് SDP ഒക്കെ നടത്തി എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇത് സ്വാതന്ത്ര്യം, എന്നിട്ട് ഈ നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി. അതിന്റെ കൺവീനർ വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് വ്യക്തിയുടെ അദ്ദേഹത്തോട് ഒരു വിരോധമായിട്ട് പറഞ്ഞാലേ സഹിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ TV-യിലും പത്രത്തിലും ഫേസ്ബുക്കിലും ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് നവോത്ഥാനം എന്ന് എഴുതാൻ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞു. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ പറയാം, എനിക്ക് സഹിക്കാൻ വയ്യ. ഞാനതൊരു ലേഖനം എഴുതിയതാണ്. കോഴിക്കോട് നൗഷാദ് എന്നൊരു ചെറുപ്പക്കാരൻ, അവിടെ ഈ മാൻഹോൾ ആൾനൂടി ഉണ്ടല്ലോ, അതിൽ ആരോ പെട്ടും തോന്നിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കാൻ ചാടിയിട്ട് ഇതാരാണെന്ന് അറിയാതെ ഈ നൗഷാദ് മരിച്ചു പോയി. ചെറുപ്പക്കാരനാണ്. അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയാണ് ചീഫ് മിനിസ്റ്റർ. ഇത് ഭയങ്കര വാർത്തയായിരുന്നു. കാരണം ഈ ഇവൻ രക്ഷിക്കാൻ പോയ ആൾക്കാർ അവരും മരിച്ചു. അവർ ആന്ധ്രാപ്രദേശിലെ ഇവൻ അറിയുന്നില്ല, ചാവിച്ചുകൊണ്ടിരിക്കുക. വണ്ടി നിർത്തി ചാവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ പെട്ടെന്ന് ഓടിച്ചെന്ന. അപ്പൊ ഈ സാഹസികളെ ബഹുമാനിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നൗഷാദിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, അത് മാപ്പിള ഏതുകൊണ്ട് കൊടുത്താൽ. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ്, നാരായണ ഗുരുവിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ചെറുപ്പക്കാർക്ക് മാതൃകയാണെന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് കുമാരനാശാൻ. ഇരുന്നതിന് ഇരട്ടിക്കാരൻ അവിടെ ഇരുന്നു. കുമാരനാശാൻ 16 കൊല്ലം ഇരുന്നുള്ളൂ, ഇത് 30 കൊല്ലേ ഉണ്ട്. നാരായണ ഗുരു പ്രധാനമായിട്ട് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ജാതി ചോദിക്കരുത് പറയരുത്. പിന്നൊന്ന് പറഞ്ഞത്, കള്ള് ഉണ്ടാക്കരുത്, കുടിക്കരുത്, വിൽക്കരുത്. ഇത് രണ്ടും തെറ്റിച്ച് മാത്രം ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് അദ്ദേഹം പറയാണ്. മലപ്പുറത്ത് ഈഴവന്മാർക്ക് ജീവിക്കാൻ നിർത്തില്ല മാപ്പിളാരെ കൊണ്ട്. മാപ്പിളമാർക്ക് തെറ്റുണ്ടെങ്കിൽ അത് വേറെ പറയും. ഈ ജാതി നുണയാണോ പറയുന്നത്? അവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ ഞങ്ങളൊക്കെ ഒരു എത്ര ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ തരത്തിലുള്ള ആളുകൾ എന്തിനാ കൊണ്ടു നടക്കുന്നത് ആണ് ഞാൻ പറഞ്ഞത്. 59 എങ്ങനെയാണോ ഈ പൗരോഹിത്യത്തെയും ജാതി മത സമുദായങ്ങളെയും പാട്ടിൽ പിടിച്ച് ഭരണം നേടിയത്, അതോടെ തീർന്നു കേരളത്തിലെ നവോത്ഥാനത്തിന്റെ കച്ചവടം. പിന്നെ അതിൻ്റെ അനുകരണങ്ങളാണ്. പിന്നെ അത് തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ച് എന്തൊരു വാക്കാണ് അറിയിച്ചു. ആരാത് പറയുന്നത്? വല്ലവരും അല്ല, EMS. ഇപ്പം നമ്മൾ എവിടെ എത്തി ഞാൻ പറയാം. കേരളത്തിലെ മനുഷ്യരെ മുഴുവൻ ജാതിയുടെയും സമുദായത്തിൻ്റെയും വകയിലുള്ള അറകളിലേക്ക് തള്ളി മാറ്റിയിട്ട് വോട്ടോ രാഷ്ട്രീയ വോട്ടോ ഇല്ലാത്ത തരത്തിൽ കേരളം കെട്ടുപോയിട്ടുണ്ട്. ഞാനൊരു തെളിവ് പറയാം.
നിങ്ങൾ UDF LDF BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തുക, 150 മണ്ഡലങ്ങളിൽ, അതിൽ നമ്പൂരിയാണെങ്കിൽ ജയിക്കുകയില്ല. അർത്ഥം മനസ്സിലായി? നമ്പൂരിമാരുടെ എണ്ണം കുറവാണ്. നമ്പൂരിമാരുടെ എണ്ണം കുറവാണ്. എനിക്ക് കണക്കറിഞ്ഞൂടാ, എല്ലാം കൂടി കേരളത്തിൽ 1 ലക്ഷം ആളുണ്ടാവും. 1% എത്ര ലക്ഷം ഉണ്ടാവും ആൾക്കാർ? 1.5 കോടിയാണ് അല്ലേ? അല്ല, ഒരു മണ്ഡലത്തിലും ഒരു നമ്പൂരിയെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനുള്ള ജനസംഖ്യ ഇല്ല അവർ. കാരണം അവർ ഉത്സാഹിച്ചിട്ടുണ്ടായതൊക്കെ നായന്മാരാണ്. അത് വേറെ പ്രശ്നം. കാരണം ആചാര സംരക്ഷണമാണെന്ന് പറഞ്ഞാൽ ആചാരം എങ്ങനെ സംരക്ഷിച്ച് സംബന്ധ വ്യവസ്ഥ നല്ല ആചാരല്ലേ? നല്ല ആചാരം ഉണ്ടായത് NSS ആള് കൂടി ആചാരം സംരക്ഷിച്ച് എനിക്ക് ഇവരുടെ നവോത്ഥാനത്തെ പുതിയ വാക്ക് ജോർജ് ഓർവെലിന്റെ 1984 എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിൽ നോവലിൽ പറയുന്നത് യുദ്ധം സമാധാനമാണ്. തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? യുദ്ധം സമാധാനമാണെന്ന് ബഷീർ ഒരിക്കലും എഴുതിയത്, സമാധാനപരമായ യുദ്ധം. എന്നിട്ട് ഇവർ പറയാ ആര് ഇടതുപക്ഷമാണ് പുരോഗമനം. ഇപ്പൊ ഇവിടെ CPM-നെയോ പിണറായി വിജയനെ എതിർത്താൽ ആദ്യം വരാൻ പോണത് ഇപ്പോ ആ വാക്കിപ്പല്ല, ഭൂഷ മുരാച്ചിപ്പല്ല, ഇപ്പൊ പിന്തിരിപ്പൻ, റൈറ്റ് എന്നൊക്കെ വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞൊക്കെ ശരി, നിങ്ങൾ പിന്നെ പിന്തിരിപ്പൻ എന്ന് പറഞ്ഞത് ഞാൻ സഹിച്ചോളാം, എന്നെ ബുദ്ധിജീവി എന്ന് പറയരുത്. എന്താ കാരണം? ഞാൻ ബുദ്ധിജീവിയല്ല. ബുദ്ധിജീവികൾ എന്താ എനിക്കൊരു ചെറിയ ധാരണ. അതിവിടെ ഈ പറഞ്ഞ മാതിരിയല്ല. ഈ ബഷീറിനോട് പണ്ട് ചോദ്യോത്തരം വേളയിൽ ചോദിച്ചിരുന്നു, നേരിട്ട് തോന്നുന്നില്ല, താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് മൂരാച്ചിയാണോ? ബഷീർ പറഞ്ഞു, മൂരാച്ചിയാണ്, കമ്മ്യൂണിസ്റ്റ് അല്ല. അപ്പോ ഇപ്പൊ വന്നത് ഏത് പാർട്ടിക്കാരനും ഏത് പ്രദേശക്കാരനും ഏത് ജാതിക്കാരനും അവന്റെ പ്രൈമറി കൺസേൺ, അവന്റെ ആദ്യത്തെ ആദി ഒന്നുകിൽ അവന്റെ ജാതി അല്ല അവന്റെ മതം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ മാപ്പിളായ ഡോക്ടറത്തേക്കല്ല കൊണ്ടുപോകും, നല്ല ഡോക്ടറത്തേക്കല്ലേ? അല്ല, നിങ്ങൾക്ക് വീട് പണിയാണ്. അപ്പം നായരായ ഒരു എഞ്ചിനീയർ വേണമെന്നല്ല, നല്ല എഞ്ചിനീയർ വേണമെന്ന് വിചാരിക്കുക. കുട്ടികൾ സ്കൂളിൽ ചേർക്കുമ്പോൾ, പക്ഷെ നിങ്ങൾ ഇലക്ഷന് വരുമ്പോൾ നമ്മുടെ ജാതിക്കാരൻ വോട്ട് ചെയ്യാം. മിടുക്കനായ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള MLA എന്നൊരു കണക്കിൽ ഇപ്പൊ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? ആ നിയോജക മണ്ഡലത്തിലെ സകല കല്യാണത്തിനും സകല മരണത്തിനും സകല അടിയന്തരത്തിനും ഹാജരാവുക. അതാണ് ഏറ്റവും വലിയ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ മരിച്ചിട്ട് വന്ന ആളാണ്, എൻ്റെ മോളെ കല്യാണത്തിന്റെ തലേന്ന് വന്ന ആളാണ്, അന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചു. ഇതാണ് പിന്നെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം. നവോത്ഥാനത്തെക്കാളൊക്കെ വലിയ ഇതിപ്പോ വന്നത് വികസനം എന്നൊരു വാക്കാണ്. വളരെ അപകടം പിടിച്ചൊരു വാക്കാണ്. കാരണം വികസന വിരോധി എന്താണ്? ഇപ്പോ വികസനം എന്നുള്ളത് ഇവിടെ ഒരു പ്രത്യയശാസ്ത്രമല്ല, അതൊരു ഐഡിയോളജി അല്ല. അത് നിങ്ങളുടെ പല ഐഡിയോളജികളുടെ ഒരു മാർഗം മാത്രമാണ്. അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സാമൂഹ്യ നീതി. അതിനെപ്പറ്റി ഇപ്പോൾ ആരും പറയുന്നില്ല. സാമൂഹ്യ നീതി ഉറപ്പാക്കുക, തുല്യത ഉറപ്പാക്കുക എന്നുള്ളതിനെയാണ് നവോത്ഥാനം എന്ന് പറയാം. ആ സംഗതിയിൽ എന്താണ്? ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു 10-15 കൊല്ലം പഴക്കമുള്ള ഒരു സാധനമാണ്. നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല റോഡുണ്ട്, ഗേറ്റൊക്കെ വളരെ ജോറാണ്, എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ട്, വളരെ ജോറാണ്. പക്ഷേ ഹർഷിന എന്നൊരു വീട്ടമ്മയെ അവിടെ ഓപ്പറേഷൻ നടത്തിയപ്പോൾ കത്തിരി വയറ്റ് വെച്ച് തുന്നി. 8-9 മാസം കഴിഞ്ഞ് ഈ സാധു സ്ത്രീ ഇതാണ് ഇന്ന് വരെ നീതി കിട്ടിയിട്ടില്ല. ആ കത്രിക മെഡിക്കൽ കോളേജിലാണ് എന്ന് തെളിഞ്ഞിട്ട് പോലും. അപ്പൊ ആ നീതി കിട്ടാത്തടത്ത് ഈ ഗേറ്റ് നന്നായിട്ട് എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഇപ്പോൾ ആദിവാസികളുടെ സ്ഥിതി എന്താണ്? ദരിദ്രരുടെ സ്ഥിതി എന്താണ്? ഇപ്പം അതിദരിദ്ര സംസ്ഥാനം അല്ലാതായി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിന് കണ്ടുപിടിച്ചാലെന്നറിയാം, മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ അല്ല എന്ത് രാഷ്ട്രീയ കമൽനാഥ്, ഞാനത് മറന്നുപോയി. അപ്പൊ ഇത് അതായത് കേരളത്തിൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് കുറെ ഫാൻസ് ഉണ്ട്, മോഹൻലാലിന് കുറെ ഫാൻസ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം പുരോഹിതന്മാർ ഇറക്കുക, ഈ സിനിമാക്കാർ ഇറക്കുന്ന മാതിരി നിങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം വികസനം എന്ന് പറയുന്നത് പ്രകൃതിയെ ശ്രദ്ധിക്കാത്ത വികസനം ആത്മഹത്യാപരമാണ് എന്ന് നമ്മൾ കണ്ടു. ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു പരിസ്ഥിതി നയമുണ്ടോ? ഇല്ലല്ലോ. ആ അന്ന് 76 സമരത്തിൽ
സൈലന്റ് വാലി ബാക്കിയായത് ഇന്ദിരാഗാന്ധിയുടെ ഒരു യോഗ്യത കൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ കണ്ടെത്തൽ പുസ്തകത്തിൽ ഞാൻ നൽകിപ്പോയൊരു വാക്യമുണ്ട്. അദ്ദേഹം ജയിലിൽ കിടക്കുന്നതിനെ പറ്റി എഴുതുകയാണ്. അവിടെ നിന്ന് എഴുതുകയാണ്, ഞാൻ ഒരു നായ കുരയ്ക്കുന്നത് കേട്ടിട്ട് 8 മാസമായി. അദ്ദേഹം മിസ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ തിരിയുള്ളൂ. അദ്ദേഹം മിസ് ചെയ്യുന്നത് എന്താണ്? ഒരു നായയുടെ കുരയാണ്. അവിടെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു പൂ വിടുന്നത് ഇതൊക്കെ മാസങ്ങൾ കിടക്കില്ല അവിടെ അതിലൊരു നന്നാൻ പഴുതാൻ ഇതിനോടൊക്കെ ഈ തരത്തിലുള്ള വളരെ നനുത്ത ചില വികാരങ്ങളുള്ള ഒരു പിതാവിൻ്റെ എഴുത്തും വർത്തമാനം കേട്ട് പരിചയിച്ചുകൊണ്ടാവാം, എനിക്ക് അറിഞ്ഞല്ലോ. കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് അടിനാഥകാലത്തൊക്കെ അനേകം ഭീകരമുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സൈലന്റ് വാലി ബാക്കിയാക്കി അവർ. അങ്ങനെയാണ് കേരളത്തിലൊക്കെ ഈ ഒരു അവയർനെസ് ഉണ്ടായത്, ഒരു ധാരണ ഉണ്ടായത്. ഞാൻ പറയുന്നത് ഇങ്ങനെ കേരള ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം, നിർഭാഗ്യവശാൽ നവോത്ഥാനം എങ്ങനെയാണോ പൗരോഹിത്യത്തെ ദുർബലപ്പെടുത്തുന്നത് അതിൻ്റെ വിപരീതമുള്ള പണികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. അതിലിപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്ക് പിണറായിയുടെ അക്കൗണ്ടിലാണല്ലോ വരിക. പിന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ നിങ്ങൾ വിചാരിക്കും ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കൊള്ളയൊക്കെ ഉള്ളതെന്ന്. അത് വളരെ കൃത്യമായി ക്രിസ്ത്യൻ ഇടവകയിൽ നടക്കുന്നുണ്ട്. ബിഷപ്പുമാർ സ്വന്തം പ്രോപ്പർട്ടി വാരി നടത്തുന്നുണ്ട്. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് VSന്റെ കാലത്തുണ്ടായ ചർച്ച് ആക്ട് ഉണ്ട്. അത് കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുക. ചർച്ച് ആക്ട് വന്നാൽ ഇടവകയുടെ സമ്പത്ത് മുഴുവൻ, അതിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മുഴുവൻ തന്നിഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ള ബിഷപ്പിന്റെ അധികാരം ഇല്ലാതെയാവും. അത് വരില്ല കേട്ടോ. വഖഫ് ബോർഡ് ഭയങ്കര കള്ളത്തം നടത്തുന്ന പ്രദേശമാണ്. അപ്പോൾ ഗംഭീരമായൊരു സാധനം പിണറായി ഗവൺമെന്റ് കൊണ്ടുവന്നു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുകയാണ്. അത് പുരോഹിതന്മാർ, മുസ്ലിം പുരോഹിതന്മാർ ഉടനെ പിന്മാറും. പെൺകുട്ടിയേക്കും ആൺകുട്ടിയേക്കും ഒരേ തരം ഡ്രസ്സ് എന്ന് പറഞ്ഞു, പാൻസ്. അപ്പോൾ അത് പെൺകുട്ടിയുടെ സൗകര്യം എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, അല്ലെങ്കിൽ പുരോഹിതന്മാർ പറഞ്ഞു, ഉടനെ അത് സ്കൂളുകൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പിൻവാങ്ങി. സുംബ ഡാൻസ് വന്നു കേട്ടോ. പൗരോഹിത്യം ഇങ്ങനെ ഇടിച്ചു കയറി വരിക. അവരെ ഷർപ്പോ പാലാ ബിഷപ്പ് ഒരു അസംബന്ധം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, അതില്ലാതെ എല്ലാ ഗവൺമെന്റും കോടതിയൊക്കെ പറഞ്ഞാണ്. ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് വലിയ ബഹളായി. 15ാമത്തെ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു. ആ 15 ദിവസവും ക്രിസ്ത്യൻ മുസ്ലിം ചേരികളുണ്ടാകുന്ന മട്ടിൽ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ചായക്കടകളിലും ഒക്കെ വർത്താനം നടക്കുക. ആ തരത്തിലൊരു ഡിവിഷൻ, ഒരു വിഭജനം, ഒരു ചേരിതിരിവ്, പോളറൈസേഷൻ. ഇനി മലയാളിക്ക് അന്തസ്സായിട്ട് തിരിയാൻ വേണ്ടിയിട്ട് പച്ച മലയാളത്തിൽ പറയാം ധ്രുവീകരണം. അപ്പോൾ മനസ്സിലാവും. അങ്ങനെയാണ് പത്രങ്ങൾ ധ്രുവീകരണം എന്നാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ സമുദായം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കുറേ വോട്ട് ബാങ്കുകളായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞത്, അടുത്ത ഇലക്ഷന് ഏത് മണ്ഡലത്തിൽ നിന്നാലും ഒരു നമ്പൂരി ജയിക്കുകയില്ല. LDFന്റെ മണ്ഡലമാണെങ്കിലും UDFന്റെ മണ്ഡലമാണെങ്കിലും. നമ്മൾ ഓർക്കേണ്ടതാണ്, നമ്മൾ ആദ്യത്തെ മുഖ്യമന്ത്രി ഗംഭീരമായൊരു സഭ നടത്തിയിരുന്ന നേതാവിൻ്റെ പേര് EMS നമ്പൂതിരിപ്പാട് എന്നാണ്. അതേ 67 വീണ്ടും വരും. ഇന്ന് അങ്ങനെ വരും എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല. നിങ്ങളാരും മിണ്ടാത്തതുകൊണ്ട് നിങ്ങളെന്നോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നു. അപ്പോൾ ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇടയിലുള്ള, അതായത് ശരിക്കും ഈ കേട്ടോ, നിങ്ങളെന്നോട് ക്ഷമിക്കുക, മലയാളികൾ എത്രമേൽ സ്ത്രീവിരുദ്ധമാണ് എന്ന് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ എളുപ്പമാണ്. ഇങ്ങനെ നോക്കിയാൽ മതി, അത്രയധികം അവരുടെ. ഇപ്പോൾ ഞാൻ പറയാം, ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ ഒരു ഹോസ്പിറ്റലിലോ ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ആണുങ്ങളുടെ ശരീരഭാഷ കൊണ്ട് അവൻ നമ്പൂരിയാണ്, നായരാണ്, മാപ്പിളയാണ്, ചെറുമനാണ് തിരിയില്ല. അത് മൈസൂരിലും ഹൈദരാബാദിലൊക്കെ കണ്ടാൽ തിരിയും, അവൻ ദരിദ്രനാണ്, ശരീരഭാഷ കൊണ്ട് തിരിയും. പക്ഷെ ഇവിടെ സ്ത്രീ ആണ് എന്ന് ശരീരഭാഷ കൊണ്ട് തിരിയും. ഏത് വേഷം ധരിച്ചാൽ ആ അളവിൽ. ഇപ്പോൾ ഞാൻ ഒരിക്കൽ ജർമ്മനി പോയപ്പോൾ അവിടെ ഒരു ബസ്, അവിടെ ബസ്സിന് കണ്ടക്ടറും ഡ്രൈവറും ക്ലീനറൊക്കെ ഒരാളെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബസ് കത്തുക. അപ്പോൾ എന്നോട് ഞാനിത് സമയമായല്ലോ എന്ന് പറഞ്ഞു. അതാ ഡ്രൈവർ വരുന്നത്. ആ ആൾ വന്ന് വാതിൽ തുറന്ന് കയറിയിട്ടാണ് അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും പാൻസും കോട്ടുമാണ്. അവരുടെ ശരീരഭാഷയിലുള്ള ആ ഒരു അഭിമാനബോധം, ആത്മവിശ്വാസം. ഇതാ ഈ രാഷ്ട്രീയവും മതവും ഏർപ്പാടൊക്കെ ഈ അഭിമാനബോധത്തിലാണ്. ഗാന്ധി നമ്മളോട് കാണിച്ചെന്നൊരു കാര്യം, ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാനൊന്നുമില്ല.
കളവ് പറഞ്ഞാൽ ലജ്ജിക്കണം, കട്ടാൻ ലജ്ജിക്കണം. ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ദരിദ്രന്റെ വേഷമെടുത്തു, വലിയ സമ്പന്നനായിരുന്നു, സ്വയം ദാരിദ്ര്യം ഭരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ തരത്തിൽ മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടിയുള്ള പണികളാണ് സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഒക്കെ ആ അന്തസ് ഇല്ലാതെ ആക്കുന്ന മട്ടിൽ ഈ മുഖം മൂടുന്ന പർദ്ദ എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ തരത്തിൽ നിങ്ങൾ ബഹുഭാരിത്വം എന്ന് പറയുമ്പോൾ ആ മനുഷ്യജീവിയുടെ അന്തസ് ഇല്ലാതെയാക്കുകയാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ ആചാരത്തിൻ്റെയോ പേരിൽ ചില വിഭാഗങ്ങൾ, സ്ത്രീകളെ, ട്രാൻസ്ജെൻഡറുകളൊക്കെ നിന്ദിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ഒരു അർത്ഥവും നമുക്ക് മനസ്സിലാവുകയില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. ആ തരത്തിലൊരു സ്വയം തിരിച്ചറിവ് മറ്റുള്ളവരെ തിരുത്താനല്ല, നമ്മളെ തിരുത്താൻ. നമ്മൾ നാളെ വീട്ടിൽ അല്ലെ ഇന്ന് ഭാര്യയോടോ മകനോടോ പെങ്ങളോടോ സ്നേഹിതയോടോ സഹപ്രവർത്തിയോടോ പെരുമാറുമ്പോൾ അല്ലെ ആ തരത്തിലുള്ള ഏതെങ്കിലും കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂടുതൽ ഒരാളെ കാണുമ്പോൾ ഇതിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ സെമിനാർ വക്കം മൗലവി സ്മരണ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ റൂമിയുടെ ഒരു 2 വരി പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കാം. ഞാൻ ചീത്ത മനുഷ്യനെ നോക്കി നടന്നു, എവിടെയും കണ്ടില്ല. അവസാനം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നോടും ചീത്തയായി വേറെ ആരും ഇല്ല. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ശ്രദ്ധാപൂർവ്വം ഇത് കേട്ടിരുന്നതിനും നന്ദി.